ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററിയുടെ എന്താണ് ഒരു സീരീസ് ആയിട്ട് ഏകദേശം 8 ക്ലാസ്സുകളായിട്ട് ആ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്തായിരുന്നു. അപ്പോൾ 1-2 പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പാർട്ട് എവിടെയാണ്, ബാക്കി എന്താണ് ക്ലാസ്സുകൾ വരാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് നിങ്ങൾക്കറിയാം ഏൻഷ്യൻ്റെ കവർ ചെയ്താൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിനെ പറഞ്ഞാണ് 3 പാർട്ടായിട്ടാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. ഏതാണ്? ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ. അപ്പം ഏൻഷ്യൻ്റ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ചെറിയ ബ്രേക്കിന് ശേഷമാണ് നമ്മൾ മിഡീവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ കമൻസ് ഇട്ടാൽ നമുക്ക് എന്താണ് റിപ്ലൈ തരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത് വരുന്ന ഭാഗം എന്ന് പറയുന്നത് മിഡീവൽ ഇന്ത്യ ആണ് അല്ലേ. ഏൻഷ്യൻ്റ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്ക് കുറച്ചുകൂടെ ഹിന്ദു ഡൈനാസ്റ്റീസ് ആയിരുന്നു കൂടുതൽ. നമ്മൾ ലാസ്റ്റിൽ നിർത്തിയത് ഹർഷവർദ്ധന ഡൈനാസ്റ്റിയിലാണ്. ഹർഷവർദ്ധന ഡൈനാസ്റ്റി പറഞ്ഞാലും അതിന് മുമ്പുള്ള ഗുപ്ത എംപയർ ആണെങ്കിലും അതിന് മുമ്പ് വരുന്ന മൗര്യൻ എംപയർ ആണെങ്കിലും എല്ലാ എംപേഴ്സും എന്താണ് ഹിന്ദു രാജാക്കന്മാരായിരുന്നു. അപ്പം മിഡീവൽ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മിഡീവൽ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടി ഇസ്ലാം ടച്ചുള്ള എന്താണ് ഡൈനാസ്റ്റികളായിരിക്കും നോക്കുന്നത്. നിങ്ങൾക്കറിയാം ഡൽഹി സൽത്തനേറ്റ്, മുഗൾ എംപയർ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? മിഡീവൽ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് വരുന്ന മോഡേൺ പാർട്ടിൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ എന്തിനെ പറ്റി ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി, അതിന്റെ നാഷണൽ മൂവ്മെന്റ്, ഗാന്ധിജി, ബാക്കിയുള്ള ലീഡേഴ്സ്, അങ്ങനെയുള്ള മെയിൻ ഈവൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മിഡീവൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ മെയിൻ ടോപ്പിക്സ് വരുന്ന ഇതൊക്കെ തന്നെയാണ്. അറബ് ഇൻവേഷൻസ്, ഡൽഹി സൽത്തനേറ്റ്, പിന്നെ അതിനോടൊപ്പം എന്തുകൂടെ വരുന്നുണ്ട്? മുഗൾ എംപയർ. അതുകൂടാതെ കുറച്ച് രാജവംശങ്ങൾ, സദേൺ ഡൈനാസ്റ്റിയിലുള്ള കുറച്ച് രാജവംശങ്ങൾ, ഹർഷവർദ്ധന എന്ന് പറയുന്ന ഡൈനാസ്റ്റി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന 2-3 ഒരു രാജവംശങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഏതിൽ കവർ ചെയ്യുന്നത്? മിഡീവൽ ഇന്ത്യക്കകത്ത് കവർ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഓൾറെഡി ഇപ്പൊ എക്സാംസ് MDS നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ NTPCയുടെ ഡേറ്റ് മാർച്ച് 16 വന്നത് എല്ലാവരും അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ NTPCക്ക് ആണെങ്കിലും റെയിൽവേയുടെ ഏത് എക്സാംസ് ആണെങ്കിലും നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വെയിറ്റേജ് കൂടുതലും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പാർട്ടാണ് GK. അപ്പോൾ GKയിൽ തന്നെ ഏറ്റവും വരുന്ന കോൺക്രീറ്റ് സബ്ജക്ട്സിൽ ഒന്നാണ് ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ വീഡിയോസിലാണെങ്കിലും നമ്മൾ ഡീപ്പ് ഡൗൺ പോവാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ കഥകൾ പറഞ്ഞു പോവാതെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെല്ലാം നമ്മൾ എന്താണോ എക്സാമിന് ചോദിക്കുന്ന രീതി, ആ പാറ്റേണിൽ ഫാക്ച്വൽ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള നോട്ടുകൾ നിങ്ങൾ തന്നെ, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന നോട്ടുകൾ പിന്നീട് ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എത്ര യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പം ഒട്ടും വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലേക്ക് പോവാം. അപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മിഡീവൽ ഇന്ത്യയുടെ ടൈം പീരീഡ് ആണ്. അതായത് മിഡീവൽ ഇന്ത്യ ഏൻഷ്യൻ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമുക്കറിയാം സ്റ്റോൺ ഏജ് മുതൽ ഏകദേശം 6th century AD വരെയാണ് എടുത്തത്. ഇനി മിഡീവൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ 8th century മുതലാണ് വരുന്നത്. ഓക്കെ, മിഡീവൽ ഇന്ത്യ വരുന്നത് 8th century മുതൽ നമ്മൾ ഏകദേശം 17th century വരെയുള്ള ഡീറ്റെയിൽസ് ആണ് ഏതിൽ പഠിക്കുന്നത്? മിഡീവൽ ഇന്ത്യയിൽ പഠിക്കുന്നത്. ഇപ്പൊ 8th century, 8ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ ആയിരിക്കും? 8th century എന്ന് പറയുന്നത് 701 മുതൽ 800 വരെയുള്ള വർഷങ്ങളാണ്. ഇത് AD കാലഘട്ടമാണ്. നമ്മളിപ്പോൾ ഹർഷവർദ്ധന എടുത്തപ്പോൾ 600 AD ആയി. അപ്പൊ ഈ ഒരു കാലഘട്ടമാണ് മിഡീവൽ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടം, അതായത് 8th century മുതൽ മിഡീവൽ ആണെന്ന് പറയുമെങ്കിൽ 8th centuryയിൽ എന്തോ ഒരു ഇമ്പോർട്ടന്റ് ഈവന്റ് നടന്നിട്ടുണ്ട്. ആ ഈവന്റ് നടന്ന കാരണമാണ് നമ്മൾ ആ ഒരു ഭാഗം തൊട്ട് മിഡീവലിന്റെ അകത്താന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 701 ADക്കും 800 ADക്കും ഇടയിൽ നടന്ന ആ ഒരു വലിയ ഈവന്റ്, ഈ ഒരു ഭാഗം മിഡീവൽ ആണെന്ന് പറയാൻ പറ്റുന്ന വലിയ ഈവന്റ് എന്തായിരിക്കും എന്നാ ആലോചിച്ച് നോക്കുക. 712 ADയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അറബ് ഇൻവേഷൻസ് വരുന്നത്. അറബ് ഇൻവേഷൻ, അതായത് അറബുകൾ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നത് അപ്പാർട്ട് ഫ്രം ട്രേഡിനല്ലാതെ ഇന്ത്യയിലെ ഒരു സ്ഥലം, ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യ അല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഒരു സ്ഥലം അറബുകൾ പിടിച്ചെടുക്കുന്നത് 712 AD ആണ്. അപ്പൊ അവിടം തൊട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇസ്ലാം ശക്തി വരികയാണ്. അവിടം തൊട്ട് നമ്മൾ ഏതിലാണ് പഠിക്കുന്നത്? മിഡീവൽ ഇന്ത്യയിലാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടാണ് ഓരോരോ ഡൈനാസ്റ്റികളും കാര്യങ്ങളും വരുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയ 1-2 കഥകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അറബ് ഇൻവേഷൻസ് പ്ലസ് നമുക്ക് എന്താണ് മിഡീവലിൽ പഠിക്കാനുള്ളത്? അറബ് ഇൻവേഷൻസ് കഴിഞ്ഞ് വരുന്ന രാജവംശം, നമ്മൾ ആദ്യത്തെ PPT കണ്ടുപോലെ ഡൽഹി സൽത്തനേറ്റ് ആണ്. അതിനോടൊപ്പം എന്ത് വരും? മുഗൾ എംപയർ വരും. മുഗൾ എംപയറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സദേൺ കിങ്ഡംസും ആണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? മിഡീവൽ ഹിസ്റ്ററിയിൽ മൊത്തത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഏൻഷ്യൻ്റ് അത്രയും ക്ലാസ്സുകൾ വേണ്ട, അതിനു മുമ്പ് തന്നെ നമുക്ക് മിഡീവൽ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സാംസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ
അടുത്ത NTPCക്ക് മുമ്പായിട്ട് എന്തായാലും മിഡീവൽ കവർ ചെയ്ത് എന്താണ് മോഡേണിന്റെ ഒരു ഭാഗത്തേക്ക് എത്തുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും ടോപ്പിക്സ് ആണ് മൊത്തത്തിൽ നമുക്ക് എന്താണ് മിഡീവലിൽ പഠിക്കാനുള്ളത്. നമ്മൾ ലാസ്റ്റ് നിർത്തിയെടുത്തു എന്ന് വെച്ച് തുടങ്ങുകയാണെങ്കിൽ ലാസ്റ്റ് എന്താണ് ഏകദേശം 6-ാം നൂറ്റാണ്ട് അല്ലെ 6th century AD ഒക്കെ ആയപ്പോൾ ലാസ്റ്റ് വരുന്ന ഹിന്ദു റൂളർ എന്ന് പറയുന്ന ആരാണ്? ഹർഷവർദ്ധനയാണ്. അപ്പൊ 600 കാലഘട്ടങ്ങളിൽ നോർത്ത് ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ഹർഷവർദ്ധനയാണ്. അപ്പൊ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് 700 കാലഘട്ടത്തിലാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഏത് പാർട്ടാണ്? ഇതിപ്പോൾ നിങ്ങൾ എന്താണ് ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ് ഇപ്പം മഗധ എംപയർ നമ്മൾ ഏൻഷ്യൻ്റ് പഠിച്ചല്ലേ. ഇപ്പം മഗധ എംപയറിന്റെ ക്യാപിറ്റൽ ആണെങ്കിലും പിന്നീട് വന്ന മൗര്യൻ എംപയർ ആണെങ്കിലും ഗുപ്ത എംപയർ ആണെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ഭാഗം. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ കൺട്രോൾ ആർക്കാണോ ആ ഒരു രാജാവായിരിക്കും മൊത്തത്തിൽ എന്താണ് ഇന്ത്യയുടെ ഒരു കൺട്രോൾ ലീഡ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ എന്തായിരിക്കും ഈ ഒരു ഭാഗത്തിന്റെ എല്ലാ രാജാക്കന്മാരും എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തിന് വേണ്ടിയാണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്കറിയാം ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരുന്നത് നോർത്തേൺ പ്ലെയിൻസ് ആണ്, അതോടൊപ്പം ഗംഗ ഒഴുകുന്നുണ്ട്, അത്രയും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ്. അതായത് എന്തിനെ സപ്പോർട്ട് ചെയ്യും? അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യും, അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്കറിയാം രാജാക്കന്മാർക്ക് എപ്പോഴും ഭരിക്കാൻ എന്താ ഇപ്പൊ എന്താണ് കുന്നുകളായിരിക്കുമോ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കുമല്ലോ. ഇപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു ശത്രുവിനെ നേരിടണമെങ്കിലും നമ്മുടെ സൈന്യം നയിക്കണമെങ്കിലും നമുക്ക് എന്താണ് പ്ലെയിൻ സ്ഥലങ്ങളാണ് എളുപ്പം. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കുറെ കുതിരകളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ ഈ കുതിരകളെല്ലാം കുന്നുകളൊക്കെ കയറി പോകാൻ അത്രയും സമയം എടുക്കും. അതേസമയം പ്ലെയിൻ ഏരിയാസ് ആണെങ്കിൽ എന്താണ് പെട്ടെന്നുള്ള മൂവ്മെന്റ്സ് എടുക്കും. അപ്പൊ എപ്പോഴും എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന എന്ത് ഏരിയാസ് ആയിരിക്കും? പ്ലെയിൻ ഏരിയാസ്. അപ്പൊ ഈ ഒരു റീജിയന് എല്ലാ രാജവംശങ്ങളും ഈ ഒരു റീജിയൻ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ഹർഷവർദ്ധന നിർത്തുകയാണെങ്കിൽ ഹർഷവർദ്ധനയുടെ ക്യാപിറ്റൽ കഥകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ക്യാപിറ്റൽ വരുന്നത് കനൗജ് ആണ്. UP-യിൽ വരുന്ന ഒരു സൈറ്റാണ് കനൗജ്. അപ്പൊ അവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാ ഡൈനാസ്റ്റികളും മെയിനായിട്ട് ഏത് ഭാഗത്തിനെ കൺട്രോൾ ഈ മഗധ റീജിയൻ വരുന്ന UP ബീഹാർ ആ ഒരു ഭാഗത്തിന് വേണ്ടിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മെയിനായിട്ട് അവരുടെ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് പിന്നെ അവിടെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനു ശേഷം അതായത് 600 AD-കളിൽ എന്താണ് ഹർഷവർദ്ധനയുടെ ആ ഒരു കോൺകോറിങ്ങിന് ശേഷം പിന്നീട് അവിടേക്ക് വരുന്ന പവർ എന്ന് പറയുന്നത് 3 ഡൈനാസ്റ്റികൾ. ഈ 3 ഡൈനാസ്റ്റിയിലും കനൗജ് എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധത്തിനെയാണ് നമ്മൾ ട്രൈപാർട്ടേറ്റ് സ്ട്രഗിൾ എന്ന് പറയും. ഇപ്പോൾ ട്രൈ എന്ന് പറയുമ്പോൾ അറിയാം അവിടെ എന്തുണ്ട് 3 ഡൈനാസ്റ്റികളുണ്ട്. ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് അറിയേണ്ട ചോദ്യമാണ് ഏതൊക്കെയാണ് ആ 3 ഡൈനാസ്റ്റികൾ? ആ കനൗജ് എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന 3 ഡൈനാസ്റ്റികൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റുന്ന പോലെ ഇതൊക്കെയാണ്. ഒന്ന് വരുന്നത് എന്താണ് ഗുർജാര പ്രതിഹാരാസ്, എന്താണ് ഡെക്കാൻ റീജിയൻ സൗത്തിലേക്ക് വരുന്ന രാഷ്ട്രകൂറ്റാസ്, ഈസ്റ്റിലേക്ക് അല്ലെ ബംഗാൾ ബീഹാർ റീജിയനിൽ വരുന്ന പാലാസ്. അപ്പൊ ഗ്രീൻ കളർ ഇവർ 3 പേരും ഏത് സ്ഥലത്തിന് വേണ്ടിയാണ്? കനൗജ് എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ നമ്മൾ വരച്ച് കാണിച്ചല്ലേ ആ ഒരു സ്ഥലത്തിന് വേണ്ടി ആ ഒരു സ്ഥലത്തിന്റെ കൺട്രോളിന് വേണ്ടി ഈ 3 ഡൈനാസ്റ്റികളും എന്താണ് പരസ്പരം യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രൈപാർട്ടേറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. അതേപോലെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗുർജാര പ്രതിഹാരാസ് എന്ത് ഗുജറാത്ത് റീജിയന് മധ്യപ്രദേശ് റീജിയന് ആ ഒരു റീജിയൻ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പാലാസ് ആണെങ്കിൽ ബംഗാൾ ബീഹാർ റീജിയൻ, രാഷ്ട്രകൂത്താസ് ആണ് ഡെക്കാൻ ടു സൗത്ത് റീജിയൻ ആണ്, മഹാരാഷ്ട്ര കർണാടക ഒക്കെ വരുന്ന റീജിയൻസ് ആണ് രാഷ്ട്രകൂത്താസിന് അണ്ടറിലുള്ള. ഇവര് 3 പേർക്കും ഈ ഒരു ഭാഗം കനൗജ് നോക്കിയാൽ അറിയാം 3 പേരുടെ മാപ്പിലും കോമൺ ആയിട്ടുണ്ട്. അതായത് പല കാലഘട്ടങ്ങളിലായി പല രാജാക്കന്മാരെന്നാണ് കനൗജിന്റെ കൺട്രോൾ എടുത്തിരുന്നു. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ചോദ്യം ഈ ട്രൈപാർട്ടേറ്റ് സ്ട്രഗിളിൽ വരുന്ന 3 രാജവംശങ്ങൾ ഏതാണ്? അപ്പൊ അതറിയേണ്ട ഏതൊക്കെയാണ്? പാലാസ്, രാഷ്ട്രകൂത്താസ്, പ്രതിഹാരാസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ എന്താണ് ചേരചോള പാണ്ഡ്യാസ് അല്ലെങ്കിൽ ഡൽഹി സൽത്തനേറ്റിലെ 3 രാജവംശങ്ങൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ് ട്രൈപാർട്ടേറ്റ് സ്ട്രഗിൾ എന്ന് ഉദ്ദേശിച്ചാൽ ഏതാണ് ആ 3 രാജവംശങ്ങൾ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ എല്ലാവരും എന്താണ് ഏത് സ്ഥലത്തിന് വേണ്ടി അടുത്ത് നമുക്ക് ചോദ്യം വരുന്നത്. അപ്പൊ ഇവര് ഭരിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? 750 AD മുതൽ 1000 3 പേരും ഏകദേശം ഒരേ ടൈം ലൈനിൽ ഉണ്ടായിരുന്ന രാജവംശങ്ങളാണ്. എന്നാലല്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഏകദേശം 700 കാരണം 600 AD വരെ ഹർഷവർദ്ധനാണ്, അത് കഴിഞ്ഞ് 700 AD-കളിലാണ് ഈ 3 രാജവംശങ്ങളും ഉള്ളത്. അപ്പൊ ഈ 3 രാജവംശങ്ങളും എറൗണ്ട് സെയിം ടൈമാണ് വരുന്നത്. ഈ 3 പേരും ഏത് റീജിയന് വേണ്ടിയിട്ടാണ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്? കനൗജ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്നത് കനൗജ് ട്രയാങ്കിൾ എന്നും പറയാറുണ്ട്. അതായത് മാപ്പിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കനൗജ് ട്രയാങ്കിൾ. കനൗജ് എവിടെയാണ് വരുന്നത്? UP-യിലെ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലേ, ലാസ്റ്റ് ഹർഷവർദ്ധനയുടെ ക്യാപിറ്റൽ ആയിരുന്നു. അപ്പൊ ഈ കനൗജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഈ 3 രാജവംശങ്ങളും എന്താണ് അടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ 3 രാജവംശങ്ങൾ എന്നറിയണം. ഏതാണ്? പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകൂത്താസ്. ഇനി ഏത് റീജിയന് വേണ്ടിയിട്ടാണ് ഇവർ ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നറിയണം. ഏതാണ്? കനൗജ്. ഇനി നമ്മൾ ഈ 3 രാജവംശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ രാജാക്കന്മാരുടെ പേരുകൾ മാത്രം ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ് അത് മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിപ്പോ പിന്നെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആ ഭാഗത്തുണ്ടെങ്കിൽ നോക്കാം. അപ്പൊ അതിൽ ആദ്യം വരുന്നത് പാലാസ് ഓഫ് ബംഗാൾ ആണ്. മാപ്പ് കണ്ടപ്പോൾ മനസ്സിലായി കാണും അല്ലെ, ബംഗാൾ റീജിയൻ ഭരിച്ചുകൊണ്ടിരുന്നത് പാലാസ് ആണ്. അപ്പൊ പാല ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഗോപാലയാണ്.
ഗോപാല. എല്ലാ രാജാക്കന്മാരുടെ കൂട്ടത്തിലും പാല കേട്ട് വരും. അപ്പൊ 750 AD ഈ ഒരു ഡൈനാസിറ്റി ഫൗണ്ട് ചെയ്യുന്ന ആരാണ്? ഗോപാല. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ലീഡർ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു രാജാവിനെ, നമ്മളിപ്പോ ഏത് രാജവംശം എടുത്താലും ഇമ്പോർട്ടന്റ് ഒരു രാജാവ് കാണും അല്ലേ? നമ്മൾ മൗര്യൻ എടുക്കുകയാണെങ്കിൽ എന്താണ്? അശോകനാണ് പറയുന്നത്. ഇപ്പൊ ഫൗണ്ടർ ചന്ദ്രഗുപ്ത മൗര്യ ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അശോകന്റെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാറുണ്ട്. ഇപ്പൊ ഗുപ്ത എംപയർ ആണെങ്കിൽ നമുക്ക് ആരാണ്? ചന്ദ്രഗുപ്ത 2 ഉണ്ട്, അല്ലെ വിക്രമാദിത്യനുണ്ട്, സമുദ്രഗുപ്ത ഉണ്ട്. അപ്പൊ ഓരോ രാജവംശം എടുത്താലും ഇമ്പോർട്ടന്റ് ഒരു ലീഡർ കാണും. അതുപോലെ പാല ഡൈനാസ്റ്റിയിൽ വരുന്ന ആളാണ് ധർമ്മപാല. ധർമ്മപാലയുടെ മെയിൻ പോയിന്റ് വരുന്നത് അദ്ദേഹമാണ് വിക്രമശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്ത്. നിങ്ങൾക്കറിയാം, നമുക്ക് ഏൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് 2 മെയിനായിട്ട്, കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതിൽ മെയിനായിട്ട് 2 വരുന്നത്. ഒന്ന് നളന്ദ യൂണിവേഴ്സിറ്റിയും ഒന്ന് വിക്രമശില യൂണിവേഴ്സിറ്റിയും. അപ്പം അതിൽ വിക്രമശില യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആണ് ആരെന്ന് പറയുന്നത്? ധർമ്മപാല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ ഒരു ക്ലാസ് മുമ്പിൽ പറഞ്ഞാണ് ആരാണ് ഫൗണ്ടർ വരുന്നത്? ഗുപ്ത ഡൈനാസ്റ്റിയിലെ കുമാരഗുപ്തയാണ്. ഓക്കെ, ഇന്ന് നമുക്കുള്ള ഡൈനാസ്റ്റികൾ പോലെ ആ കാലഘട്ടത്തിൽ, ഏൻഷ്യൻ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റിയാണ് വിക്രമശില. സ്ഥിരം SSCക്ക് ആണെങ്കിലും റെയിൽവേക്ക് ആണെങ്കിലും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. വിക്രമശിലയാണെങ്കിൽ ആരാണ് ഫൗണ്ടർ? ധർമ്മപാല. നളന്ദയാണെങ്കിൽ ആരാണ്? കുമാരഗുപ്ത. അപ്പൊ എന്താണ്? ഗോപാലയുടെ മകനായിരുന്നു ധർമ്മപാല. ഗോപാല എന്ന് പറയുന്ന രാജാവിന് ശേഷം അടുത്തത് കിരീടധാരണം നടത്തി വന്നത് ആരാണ്? ധർമ്മപാലയാണ്. അപ്പൊ ഈ ഒരു സമയത്തുണ്ടായിരുന്ന പ്രതിഹാരാസ് അല്ലെങ്കിൽ രാഷ്ട്രകൂതാസുമായിട്ട് കുറെ യുദ്ധങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? ധർമ്മപാല ചെയ്തിട്ടുണ്ട്. അപ്പൊ ധർമ്മപാല അത്രയും മികച്ച രാജാവ് ആയതുകൊണ്ട് തന്നെ ഒരു തവണ എന്താണ്, ഈ ഒരു കനൗജ്, ഈ 2 പേരെയും യുദ്ധം ചെയ്ത് കനൗജിന്റെ ആ ഒരു കൺട്രോള് ആരുടെ കൈ കിട്ടിയിട്ടുണ്ട്? ധർമ്മപാലയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കൺട്രോള് കിട്ടിയതിന്റെ സന്തോഷത്തിൽ ആ ഒരു എന്താണ്, നമുക്കാണെങ്കിൽ ഇപ്പൊ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്താണ്, എല്ലാവർക്കും ചെലവ് ചെയ്യത്തില്ല, അതുപോലെ അദ്ദേഹം എന്താണ്, ആ ഒരു കനൗജ് കിട്ടിയതിന് സന്തോഷത്തിൽ ഒരു ഗ്രാൻഡ് ദർബാർ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ദർബാറുകൾ. ഈ ദർബാറുകൾ നമുക്കിനി അങ്ങോട്ട് കുറെ കാണാൻ പറ്റും. ഇപ്പൊ മുഗൾ കാലഘട്ടത്തിലാണെങ്കിലും ഈവൻ നമുക്ക് മോഡേൺ ടൈമിൽ ബ്രിട്ടീഷുകാർ ഡൽഹി ദർബാറൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ദർബാറുകൾ എന്തൊക്കെയാണോ അവരുടെ കാര്യങ്ങൾ, അവരുടെ ഒരു പവർ കാണിക്കാൻ വേണ്ടി ആഘോഷപരമായിട്ട് എല്ലാവരും ക്ഷണിച്ചു നടത്തുന്ന ഒരു വലിയ ആർഭാടകരമായ ഈവന്റ് ആണ് ഈ ദർബാറുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദർബാറുകൾ ആര് നടത്തിയിട്ടുണ്ടായിരുന്നു? ധർമ്മപാല. ഇമ്പോർട്ടൻ്റ് എന്താണ്? ഫൗണ്ടർ ഗോപാല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജാവ് എന്ന് പറയുന്ന ധർമ്മപാലയാണ്. എന്താണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്? അദ്ദേഹമാണ് വിക്രമശില യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന് ടൈറ്റിൽ ഇപ്പൊ നമുക്കറിയാം, എല്ലാ രാജാക്കന്മാർക്കും ഒന്നെങ്കിൽ ഒരാളെ ഏർപ്പെടുത്തി കൊടുക്കുന്ന ടൈറ്റിൽ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ എന്താണ്, അവർ സ്വയമേ എടുക്കുന്ന ടൈറ്റിൽസ് ആയിരിക്കും. അങ്ങനെ ധർമ്മപാലയ്ക്കുള്ള ടൈറ്റിൽസ് ആണ് പരമഭട്ടകാര, പരമേശ്വര, മഹാരാജാതി രാജ എന്നൊക്കെ പറയുന്നത്. അപ്പൊ പാലാസ് മെയിൻ ആയിട്ട് ഭരിച്ചിരുന്ന റീജിയൻ എന്ന് പറയുന്നത് ബംഗാളും ബീഹാറും ആയിരുന്നു. ഓക്കെ, ധർമ്മപാലയുടെ 2 ബ്രദേഴ്സ്, ഇന്ദ്ര ചക്ര എന്ന് പറയുന്ന 2 ബ്രദേഴ്സ് കൂടെ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഇത് ഭരിച്ചിരുന്നു. ഈ ധർമ്മപാല അവസാനം എന്താണ്, രാഷ്ട്രകൂത ഡൈനാസ്റ്റിയിലെ ഒരു രാജാവ് തോൽപ്പിക്കുകയും പിന്നീട് ഇവരെന്താണ് ക്ഷയിച്ച് പോവുകയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് 4 ലീഡേഴ്സ് ആണ്. ഒന്ന് ഫൗണ്ടർ ആയിട്ടുള്ള ഗോപാല, അത് കഴിഞ്ഞ് ആക്ച്വലി വരുന്നത് ധർമ്മപാലയാണ്. ധർമ്മപാലയ്ക്ക് ശേഷമാണ് ആര് വരുന്നത്? ദേവപാല. ലാസ്റ്റിൽ വരുന്ന ആരാണ്? വിഗ്രഹപാല. അപ്പൊ ആ ഒരു ഡൈനാസ്റ്റിയും ഏകദേശം എന്താണ്, ഒരു 1000 AD അടുപ്പിച്ച് നശിക്കുകയാണ്. അപ്പൊ ഏതൊരു ഡൈനാസ്റ്റി നശിപ്പിച്ചാലും അത് പിന്നീട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് പിന്നീട് അതിന്റെ ഫിഡേറ്ററീസ് ആണ് വരുന്നത്. അപ്പൊ പാല ഡൈനാസ്റ്റി ബംഗാൾ റീജിയനിലാണ്. ഫൗണ്ടർ ഗോപാലയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ധർമ്മപാലയാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. അടുത്തത് രാഷ്ട്രകൂതാസ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് റൂളർ, ഗ്രേറ്റസ്റ്റ് റൂളർ എന്ന് കൊടുത്തേക്കുന്ന ദണ്ഡിദുർഗയാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഫൗണ്ടർ ഏകദേശം ഇതിന്റെ നമ്മൾ ആ ഒരു മാപ്പ് നോക്കിയാൽ അറിയാം, ഗുജറാത്തിന്റെ സൗത്തിലും മധ്യപ്രദേശ്, ബീഹാർ ഈ ഒരു റീജിയനിലാണ് ഈ ഒരു രാഷ്ട്രകൂത ഡൈനാസ്റ്റി. കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ മാപ്പിൽ എന്താണ്, ഡെക്കാൻ റീജിയനും അതിന്റെ സൗത്തിലോട്ട് ഇപ്പൊ കർണാടക റീജിയനൊക്കെ ഏതിലാണ് വരുന്നത്? രാഷ്ട്രകൂത റീജിയനിലാണ് വരുന്നത്. അപ്പൊ ദണ്ഡിദുർഗയാണ് ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അങ്കിളായ കൃഷ്ണവണ്ണാണ് രാജപദവിയിലേക്ക് വരുന്നത്. നമുക്ക് കൃഷ്ണവണ്ണിനെ സംബന്ധിച്ച് നമുക്ക് ഈ കഥകളിൽ ബേസ് ചെയ്തതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഒന്ന് ഫൗണ്ടർ ആരാണ്? രാഷ്ട്രകൂതാസിന്റെ ദണ്ഡിദുർഗയാണ്. ഇനി അതിനുശേഷം വന്ന കൃഷ്ണവണ്ണ എന്തായിരിക്കും? എക്സാം സ്പെസിഫിക് പോയിന്റിൽ എന്താണ് ഇമ്പോർട്ടൻസ്? ഇദ്ദേഹമാണ് എലോറ കേവ്സിൽ ഏത് കൈലാസ്നാഥ് ടെമ്പിൾ പണി കഴിപ്പിക്കുന്നത്. ചോദിച്ചിട്ടുള്ളതാണ് കൈലാസ്നാഥ് ടെമ്പിൾ. എലോറ കേവ്സ് നമ്മൾ ബുദ്ധ ആർക്കിടെക്ചർ ഏൻഷ്യന്റിന്റെ ക്ലാസ്സിൽ ബുദ്ധ ആർക്കിടെക്ചർ വന്നപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എലോറ കേവ്സ്, അജന്ത കേവ്സ്
രണ്ടും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ടും നമ്മൾ ഗുപ്ത ആർക്കിടെക്ചറിന്റെ അകത്താണ് പഠിച്ചത്. അപ്പൊ എന്താണ് അജന്ത കേവ്സിന് ഇമ്പോർട്ടൻസ്? ബുദ്ധിസ്റ്റ് കേവുകളാണ്. അജന്ത ആണെങ്കിലും എലോറ ആണെങ്കിലും രണ്ട് കേവുകളും എന്താണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ളതാണ്. അതിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സൈറ്റാണ് അജന്ത കേവ്സ് 1983. കറന്റ് നമുക്ക് 44 സൈറ്റുകളാണുള്ളത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. അതിൽ വരുന്ന എലോറ കേസ്. എലോറ കേസിൽ മൊത്തം 34 ഗുഹകളാണ് വരുന്നത്. അതിലെ 16ാമത്തെ ഗുഹയിൽ നമുക്കൊരു അമ്പലം കാണാൻ പറ്റും, ശിവനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്പലം. അതാണ് കൈലാസ്നാഥ് ടെമ്പിൾ. ആ അമ്പലം പണി കഴിപ്പിച്ച രാജാവ് ആരാണ്? രാഷ്ട്രകൂത്ത ഡൈനാസ്റ്റിയിൽ വരുന്ന കൃഷ്ണ 1 ആണ്. ഇപ്പൊ കൃഷ്ണ 1-ന് ശേഷം നമ്മൾ കഴിഞ്ഞ പാല ഡൈനാസ്റ്റിയിലെ ഒരു രാജാവ് രാഷ്ട്രകൂത്താസുമായിട്ട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ ഒരു രാജാവാണ് ധ്രുവയാണ് വരുന്നത്. അപ്പൊ ധ്രുവയുടെ കാലഘട്ടത്തിലാണ് കൂടുതലും അടുത്തുള്ള കിങ്ഡംസുമായിട്ട് യുദ്ധങ്ങളൊക്കെ നടത്തിയതും ഈ ഒരു ഡൈനാസ്റ്റി അവരുടെ പവറിൽ എത്തിയതും ആ കാലഘട്ടത്തിലാണ്. അത്രയും എക്സ്ട്രീം പവറിലെത്തിയത് ധ്രുവയുടെ കാലഘട്ടത്തിലാണ്. കൃഷ്ണ 3 ആണ് ഈ ഒരു ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചോദ്യമുള്ളത് ആരാണ് ഫൗണ്ടർ, ഏത് റീജിയൻ ആണെന്നുള്ളത് മാപ്പ് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഒരു സദേൺ ഗുജറാത്ത് അല്ലെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക റീജിയനിലാണ് വരുന്നത്. ഫൗണ്ടർ ആരാണ്? ദണ്ഡിദുർഗയാണ്. ഒരാളെ ഓർത്ത് വെക്കാൻ പറഞ്ഞാൽ അതിലെ ഏത് റൂളറെ ഓർക്കും? കൃഷ്ണ 1 ആണ്. എന്താണ് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം? അദ്ദേഹമാണ് എലോറ കേവ്സിൽ കേവ് നമ്പർ 16 കൈലാസ്നാഥ് ടെമ്പിൾ പണിതിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ലീഡർ ചോദിച്ചാൽ ധ്രുവയാണ്. ധ്രുവ അടുത്തുള്ള രാജാക്കന്മാരുമായിട്ടൊക്കെ യുദ്ധങ്ങളൊക്കെ ചെയ്ത് സക്സീഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ ഒരു ഡൈനാസ്റ്റിയുടെ അവസാനത്തെ രാജാവ് എന്ന് പറയുന്ന ആരാണ്? കൃഷ്ണ 3 ആണ്. ഓക്കെ, അടുത്ത ഡൈനാസ്റ്റി നോക്കാം. ലാസ്റ്റ് ഗുർജാര പ്രതിഹാരാസ് എന്നും പറയും, അല്ലെങ്കിൽ പ്രതിഹാരാസ് എന്നും പറയും. ഇവരുടെ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് രാജസ്ഥാന്റെ സൗത്ത് വെസ്റ്റ് പാർട്ടാണ്, സൗത്തിൽ വെസ്റ്റ് പാർട്ട്. ആ ഒരു മാപ്പ് കണ്ടപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഏകദേശം മെർജ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് അല്ലേ. ഇവർ ഏകദേശം 7th സെഞ്ചുറി ടു 11th സെഞ്ചുറി ഏകദേശം സെയിം ടൈം ലൈൻ ആണ് 3 ഡൈനാസ്റ്റികളും വരുന്നത്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നാഗഭട്ട 1 ആണ്. നാഗഭട്ട 1 ആണ് ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ നാഗഭട്ട 1 ആണ് ഈ ഒരു ഡൈനാസ്റ്റി, പ്രതിഹാര ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കിങ്ങിനെ പറയുകയാണെങ്കിൽ മിഹിർ ഭോജയാണ്. മിഹിർ ഭോജയാണ് ഈ ഒരു രാജവംശത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിങ്. ഈ മിഹിർ ഭോജയുടെ കാലഘട്ടത്തിന് ശേഷം ഈ പ്രതിഹാരാസിന്റെ മിലിറ്ററി പവർ ക്ഷയിക്കുകയും പിന്നീട് ഡിക്ലൈൻ ആവുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു 3 രാജവംശങ്ങളും പറഞ്ഞ് അവരേത് 3 പേരും ഏതോ റീജിയന് വേണ്ടിയിട്ടാണ്, കനൗജ് റീജിയന് വേണ്ടിയിട്ടാണ് ഈ ഒരു യുദ്ധങ്ങളൊക്കെ ചെയ്യുന്നത്. 3 പേരിൽ 3 പേര് ഏകദേശം ഒരേ ടൈമിൽ വരുന്നു, ഒരേ സമയമാണ് ഡിക്ലൈൻ ആവുന്നത്. ഡിക്ലൈൻ സൈമിൾട്ടേനിയസ്ലി ഏകദേശം ഒരേ ടൈം പീരീഡിൽ പുറത്തുനിന്നുള്ള മിലിറ്ററി പ്രഷർ കാരണം പിന്നെയുള്ള വീക്ക് റൂളേഴ്സ്, എല്ലാ രാജവംശങ്ങളും ക്ഷയിക്കുന്ന വീക്ക് റൂളേഴ്സ്, ജോഗ്രഫിക്കൽ റീസൺസ്, ക്ലൈമറ്റിക് പല കാരണങ്ങളാണ്. അങ്ങനെ ഏകദേശം ഒരേ ടൈം പീരീഡിൽ യുദ്ധങ്ങൾ തമ്മിൽ ചെയ്യുന്നതും ഏകദേശം ഒരേ ടൈം പീരീഡിലുമാണ് ഈ 3 രാജവംശങ്ങളും നശിക്കുന്നത്. അപ്പം മെഡീവൽ ഇന്ത്യയിൽ ആദ്യത്തെ പാർട്ടിൽ വരുന്നതാണ് ഈ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ഏത് 3 ഡൈനാസ്റ്റിയാണ്, ഏത് റീജിയന് വേണ്ടിയിട്ടാണ്, അതിൽ തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. വിക്രമശിലയുടെ ഫൗണ്ടർ ആരാണ്, കൈലാസ്നാഥ് ടെമ്പിൾ ആരാണ് പണി കഴിപ്പിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നോക്കി വെക്കാം. നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ഒരു പാർട്ട് പഠിക്കാനുള്ളത് അറബ് ഇൻവേഷൻസ് ആണ്. അറബ് ഇൻവേഷൻ ഈ ഒരു റീജിയനിൽ അധികം നമ്മൾ PPT ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അറബ് ഇൻവേഷൻ. അപ്പോൾ നീ പറഞ്ഞ പോലെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്തിൻ്റെ കാലഘട്ടമാണ്? ഇസ്ലാമിൻ്റെ കാലഘട്ടമാണ്. നമ്മൾ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ കുറച്ചുകൂടെ ഹിന്ദു സ്പെസിഫിക് ആയിരുന്നെങ്കിൽ നമ്മൾ മിഡീവൽ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എന്ത് സ്പെസിഫിക് ആയിട്ടാണ്? ഇസ്ലാം മതത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന മതം, ആ ഒരു മതം ഏത് റീജിയൻ, ഇപ്പോൾ ഹിന്ദുയിസത്തിൻ്റെ തുടക്കം ഏത് റീജിയനാണ് വരുന്നത്? ഇന്ത്യയെ സംബന്ധിച്ച് ഹിന്ദുയിസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ പറ്റുന്നത് വേദിക് കാലഘട്ടത്തിലാണല്ലേ. വേദിക് കാലഘട്ടത്തിൽ ആദ്യം, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്തായിരുന്നു റിലീജിയൻ? നമ്മൾ നേച്ചർ വർഷിപ്പ് ആയിരുന്നു. വേദിക്കിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ എന്താ ചെയ്തത്? ഈ നേച്ചറിനെ നമ്മൾ ദൈവങ്ങളാക്കി മാറ്റി. അതായത് ഇപ്പം അഗ്നി നേച്ചുറൽ സോഴ്സ് ആണ്, ദൈവം എന്ന് വെച്ചാൽ ആരാണ്? അഗ്നിദേവൻ. അങ്ങനെ ആക്കി. ലേറ്റർ വേദിക്ക് ആയപ്പോഴത്തേനും ത്രിമൂർത്തികളായി. പിന്നെ അങ്ങനെ ഹിന്ദുയിസം അവിടെ നിന്ന് അങ്ങോട്ട് ഡെവലപ്പായി പിന്നീട് ഒരു വലിയ ഗ്രൂപ്പായി മാറുകയാണ് ചെയ്തത്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് വരുന്ന ഏകദേശം സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് വരുന്ന പോലെ 57 AD-ലാണ്. അങ്ങനെയാണ് ഇസ്ലാമിസം, മൊത്തത്തിൽ ഇസ്ലാമിസം ഏത് കാലഘട്ടത്തിലാണ്? ഏകദേശം 600 AD കാലഘട്ടങ്ങളിൽ. അപ്പൊ മുഹമ്മദ്, പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്നെ 40ാമത്തെ വയസ്സിൽ ഒരു സ്പിരിച്വൽ ഫീലിംഗ് കിട്ടി. അദ്ദേഹം മനസ്സിലാക്കുന്നു അദ്ദേഹം നബിയാണ്, അല്ലെങ്കിൽ റസൂലാണ്, ദൈവത്തിന്റെ മെസ്സഞ്ചർ ആണ്. അദ്ദേഹം ഒരു പ്രവാചകനാണ്.
ദൈവം എന്താണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഏൽപ്പിച്ച ആളാന്ന് മനസ്സിലാവേ. അവിടെ നിന്നാണ് എന്ത് ഇസ്ലാമിസത്തിന്റെ ഒരു തുടക്കമൊക്കെ. അപ്പൊ ഈ നബി ജനിച്ച സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് മെക്ക. നിങ്ങൾക്കറിയാം മെക്ക മദീന ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ കേന്ദ്രങ്ങളാണ്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ മെക്കയിലാണ് ആര് ജനിക്കുന്നത്? മുഹമ്മദ് നബി അല്ലെ പ്രൊഫറ്റ് മുഹമ്മദ് ജനിക്കുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ജനിച്ചിട്ട് നിങ്ങൾക്കറിയാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലീജിയൻ വരുന്നത് ഞാൻ പറഞ്ഞ ഏകദേശം 600 AD കാലഘട്ടങ്ങളാണ്. അതിനു മുമ്പ് ആ റീജിയനിൽ എന്തായിരിക്കും മതം? അതിനു മുമ്പ് എന്ത് മതമായിരിക്കും? കാരണം ഈ ഇസ്ലാമിസം വരുന്നത് ഇപ്പം നമ്മൾ സൗദി അറേബ്യ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് ഇസ്ലാമിസത്തിന് ഡീപ്പ് റൂട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ അത് വരുന്നത് 600 AD-കളിലാണ്. അപ്പൊ അതിനു മുമ്പ് അവിടെ എന്തായിരിക്കും മതം? അപ്പൊ അതിനു മുമ്പ് നമ്മളൊക്കെ രാജ്യത്തിലുള്ള പോലെ തന്നെ അവർ ചിലപ്പോൾ എന്താണ് നേച്ചുറൽ സോഴ്സസ് ആയിരിക്കാം. അവിടെ എന്താണ് ഈവൻ ബുദ്ധിസം വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പല പല മതങ്ങൾ, അതായത് വിഗ്രഹാരാധനയുള്ള പല പല മതങ്ങളായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ടൈം പീരീഡിൽ എന്താണ് മുഹമ്മദ് നബി അല്ലെ പ്രൊഫറ്റ് മുഹമ്മദ് ഇങ്ങനെ പറയുകയാണ് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അല്ലാഹ് സൂപ്പർ പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ ട്രൈബും എല്ലാ ആൾക്കാരും ഇത് ഒരുപോലെ അംഗീകരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? മെക്കയിൽ നിന്ന് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഇപ്പൊ മെക്കയിൽ നിന്ന് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആ മൈഗ്രേഷനെയാണ് നമ്മൾ ഇസ്ലാമിസത്തിൽ ഹിജ്റത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ മൈഗ്രേഷൻ കൊണ്ടാണ് എന്തുകൂടി ഇമ്പോർട്ടന്റ് ആയത്? മദീന കൂടെ ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ 2 പിൽഗ്രിമേജ് സെന്റേഴ്സ് ആയിട്ട് എന്താ വരുന്നത്? മെക്ക മദീന വരുന്നത്. അതിനുശേഷം എന്താണ് പ്രൊഫറ്റ് മുഹമ്മദിന്റെ മരണശേഷം ആരാണ് അടുത്ത അനന്തരാവകാശി അല്ലെങ്കിൽ ആരാണ് അടുത്ത ഖലീഫ എന്നുള്ളതിൽ വെച്ചിട്ടാണ് എന്താണ് ഇസ്ലാമിസത്തിൽ ഒരു സ്പ്ലിറ്റ് വരുന്നത്. സുന്നി സെക്റ്റും ഷിയ സെക്റ്റും ഒക്കെ വരുന്നത്. അപ്പൊ അവിടുന്ന് ഓരോരോ ഡൈനാസ്റ്റികളായിട്ട് എന്താണ് ഖലീഫ എന്നുള്ള പവറിന് വേണ്ടി പിന്നീട് ഓരോ ഡൈനാസ്റ്റികളായിട്ട് യുദ്ധങ്ങൾ ചെയ്യുകയും ഓരോരുത്തരും മാറി മാറി പവറിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ആ ഒരു അറബ് ഇൻവേഷൻസ് ആണ് ഇന്ത്യ എന്താണ് മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് നയിക്കുന്നത്. അത് ആക്ച്വലി നമ്മൾ ഈ PPT-യിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അറബ് ഇൻവേഷൻസ് വരുന്നത് 712 AD-യിലാണ്. 712 AD-യിൽ ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നത് മുഹമ്മദ് ബിൻ ഖാസിമാണ്. മുഹമ്മദ് ബിൻ ഖാസിം ഇദ്ദേഹം ഇന്ത്യയെ ഇൻവേഡ് ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് സിന്ധ് റീജിയൻ ആണ്. സിന്ധ് റീജിയൻ. അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ആദ്യത്തെ അറബ് ഇൻവേഷൻസ്. അപ്പൊ നിങ്ങൾ നോട്ട് എഴുതുന്നവരാണ് ഈ ഒരു ഭാഗം ആകുമ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു 3 ഡൈനാസ്റ്റി ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ ആയിരിക്കും നിങ്ങൾ ലാസ്റ്റ് എഴുതി നിർത്തിയേക്കുന്നത്. അടുത്ത ഹെഡിങ് കൊടുക്കേണ്ട ഇതാണ് അറബ് ഇൻവേഷൻ. അത് PPT ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അറബ് ഇൻവേഷൻ എന്ന ഹെഡിങ് കൊടുത്തിട്ട് എഴുതേണ്ട പോയിന്റ് ഇതാണ്. 712 AD-യിൽ സിന്ധ് റീജിയനിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഇൻവേഡർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക് ഇൻവേഡർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളാണ് മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്നത്. അദ്ദേഹം അറ്റാക്ക് ചെയ്ത റീജിയൻ ഏതാണ്? സിന്ധ് റീജിയനാണ്. അപ്പൊ ഇദ്ദേഹം തന്നെയാണോ ആദ്യത്തെ ലീഡർ എന്ന് ചോദിച്ചാൽ കൂടുതൽ ഹിസ്റ്റോറിയൻസും 90% അബവും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? മുഹമ്മദ് ബിൻ ഖാസിം. ചില ബുക്കുകളിലൊക്കെ എന്താണ് ഇതിനു മുമ്പും ഇന്ത്യ അറ്റാക്ക് ട്രേഡ് റിലേഷൻസ് ഒക്കെ ആയിട്ട് പല എന്താണ് അറബ് ആൾക്കാരും വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും NCERT ബേസ്ഡ് ആണെങ്കിലും നമ്മൾ കൂടുതൽ എടുക്കുന്ന കൺക്ലൂഷൻ 712 AD-യിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഒരു മുസ്ലിം ഇൻവേഡർ വരുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് ബിൻ ഖാസിം. അദ്ദേഹം ഇൻവേഡ് ചെയ്ത റീജിയൻ ഏതാണ്? സിന്ധ് റീജിയൻ ആണ്. അപ്പൊ ആലോചിച്ചൊക്കെ എന്തിനായിരിക്കും മുഹമ്മദ് ബിൻ ഖാസിം ഈ സിന്ധ് റീജിയൻ ഇൻവേഡ് ചെയ്തത്? ഒരു സുപ്രഭാതത്തിൽ എന്താണ് ഇരുന്നപ്പോൾ തോന്നിയതായിരിക്കും ഇന്ന് രാവിലെ പോയി സിന്ധ് റീജിയൻ നമുക്ക് എന്താണ് ഇൻവേഡ് ചെയ്യാം, അങ്ങനെ ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ റീസൺ നിങ്ങൾക്കറിയാം. ഒരു രാജവംശം ഒരു പാർട്ട് ഇൻവേഡ് ചെയ്യണമെങ്കിൽ പല കാരണങ്ങളാണ്. ഒന്ന് പൊളിറ്റിക്കൽ റീസൺസ് ആണ്, പവറിന് വേണ്ടി ആയിരിക്കാം. ഇല്ല എക്കണോമിക് റീസൺസ്. ഇന്ത്യ കൂടുതലും മുസ്ലിം ഡൈനാസ്റ്റികൾ എന്താണ് അറ്റാക്ക് ചെയ്തത്? ഇന്ത്യയുടെ സമ്പത്ത് കണ്ടിട്ടാണ്. ഇവിടുത്തെ സമ്പത്തുകൾ കൊണ്ടുപോകാൻ ആ ഒരു റീസൺ വരാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷെ മുഹമ്മദ് ബിൻ ഖാസിമിന് ഇതൊക്കെ തന്നെയായിരുന്നു കാരണം. ഇതല്ലാതെ ഒരു ഇമ്പോർട്ടന്റ് കാരണം കൂടെ വരുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ഗവർണർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ മുകളിലുള്ള പോസ്റ്റിലുള്ള ഒരു ഗവർണർ ആയിരുന്നു അൽ ഹജാജ് എന്ന് പറയുന്നത്. അൽ ഹജാജ്. അപ്പൊ ഇദ്ദേഹം ഇറാഖ് റീജിയന്റെ ഗവർണറാണ്. അപ്പൊ ഈ അൽ ഹജാജിന് എന്താണ് ശ്രീലങ്കയിലെ രാജാവ് കുറച്ച് ഗിഫ്റ്റുകൾ, അതായത് കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോണുകളും കാര്യങ്ങളും ഒരു കപ്പലിൽ കയറ്റി വയ്ക്കുകയാണ്. അപ്പൊ ശ്രീലങ്കയിലെ രാജാവ് എന്താണ് ഈ അൽ ഹജാജിന് കുറച്ച് ഗിഫ്റ്റുകൾ ഒരു കപ്പലിൽ കയറ്റി അയക്കും. അപ്പൊ അതിലെന്താണ് പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ്, ഈവൻ വുമൻ വരെ ഉണ്ട്, സ്ത്രീകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കപ്പൽ നമ്മുടെ സിന്ധ് റീജിയൻ പാസ് ചെയ്തിട്ട് വേണം ഇറാഖിലേക്ക് എത്താൻ. അപ്പൊ സിന്ധ് റീജിയൻ പാസ് ചെയ്യുമ്പോൾ ഒരു കൂട്ടം കൊള്ളക്കാരെന്താണ് ഈ കപ്പൽ പിടിച്ചെടുക്കും. അപ്പൊ ഇവര് സിന്ധ് റീജിയൻ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് ആ ഒരു റീജിയനിലെ തന്നെ അവസാനത്തെ ഹിന്ദു രാജാവെന്ന് പറയാം ദാഹിർ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മിൺ രാജാവാണ്. ദാഹിറാണ്.
ഒരു സിന്ധ് റീജിയണിൽ വെച്ച് ഈ കപ്പൽ പിടിച്ചെടുക്കുമ്പം അൽ ഹജാജ് എന്താണ് ദാഹിറിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. അതായത് ഈ കപ്പൽ പിടിച്ചെടുത്തതിനെതിരെ അത് ആക്ഷൻ എടുത്തിട്ട് എന്താണ് ആ സ്വത്തുക്കളൊക്കെ തിരിച്ചെടുക്കുകയും വേണം, പിന്നെ സ്ത്രീകളെ വിമോചിപ്പിക്കുകയും വേണം. അപ്പൊ ദാഹിർ എന്താണത് വേണ്ട വിധത്തിൽ നടപടി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അൽ ഹജാജ് ആരോട് പറയുന്നു? അൽ ഹജാജ് മുഹമ്മദ് ബിൻ ഖാസിമിനോട് എന്ത് പറയാണ്? സിന്ധ് റീജിയൻ ഇൻവേഡ് ചെയ്യാൻ പറയാണ്. അങ്ങനെ മുഹമ്മദ് ബിൻ ഖാസിമും ദാഹിറും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിലാണ് എന്ത് ഖാസിം ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നത്. ആ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് റീവാർ എന്ന് പറയും. ബാറ്റിൽ ഓഫ് റീവാർ. ഈ റീവാർ എന്ന് പറയുന്നത് ഈ സിന്ധ് റീജിയന്റെ ആ സമയത്തെ ക്യാപിറ്റലാണ് റീവാർ. അപ്പം ബാറ്റിൽ ഓഫ് റീവാർ എന്ന് പറയുന്ന ആരൊക്കെ തമ്മിലാണ്? ഖാസിമും ആ ഒരു സിന്ധ് റീജിയനിലെ ഹിന്ദു രാജാവായ ദാഹിറും തമ്മിലാണ്. ഈ യുദ്ധത്തിൽ ആര് ജയിക്കുന്നത്? ഖാസിം ജയിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ആദ്യത്തെ ഇൻവേഷൻ എന്ന് അതിനെ പറയുന്നത്. അപ്പൊ ആരാണ് ജയിക്കുന്നത്? ഖാസിം. ഖാസിം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ അല്ലെങ്കിൽ അവർ സിന്ധ് റീജിയൻ ഇൻവേഡ് ചെയ്തത്? അൽ ഹജാജിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ആ ഒരു പാർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് സ്പെസിഫിക്കലി പറയുന്നത്. നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ടൈറ്റിൽ ഇങ്ങനെ ആയിരിക്കണം: അറബ് ഇൻവേഷൻസ് 712 AD ആരാണ്? മുഹമ്മദ് ബിൻ ഖാസിം. ഏത് റീജിയൻ? സിന്ധു റീജിയൻ ആണ്. എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്തു? പല റീസൺസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ എന്താണ് എക്കണോമിക് റീസൺസ്, പൊളിറ്റിക്കൽ റീസൺസ്, പവർ, അങ്ങനെ പല റീസൺസ് ഉണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് എന്താണ്? അൽ ഹജാജിന്റെ നിർദ്ദേശമാണ്. ദാഹിർ ഇതുപോലെ അദ്ദേഹം ഒരു ഹെൽപ്പ് ചോദിച്ചിട്ട് എന്താണ് ചെയ്തില്ല. അപ്പൊ അതിനോടുള്ള ഒരു എന്താണ് പ്രതിരോധമായിട്ട് അദ്ദേഹം ചെയ്ത ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആണ് എന്ത്? ഖാസിമിനോട് എന്ത് ഇൻവേഡ് ചെയ്യാൻ പറയുന്നു? ഇന്ത്യയുടെ സിന്ധു റീജിയൻ ഇൻവേഡ് ചെയ്യാൻ പറയുന്നു. ആ ഒരു യുദ്ധമാണെന്ത്? ബാറ്റിൽ ഓഫ് റീവാർ. അതിൽ നിന്ന് ഖാസിം ജയിക്കുകയും ഖാസിം എന്തായിട്ട് മാറുന്നു? ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ അറബ് ഇൻവേഡർ അല്ലെങ്കിൽ ആദ്യത്തെ ഇസ്ലാം ഇൻവേഡർ ആയിട്ട് ആര് മാറി? മുഹമ്മദ് ബിൻ ഖാസിം മാറുകയാണ്. ഓക്കെ, ഇനിയും ആദ്യത്തെ അറബ് ഇൻവേഷൻ കഴിഞ്ഞ് നമുക്ക് 2 ഇൻവേഷൻസ് കൂടെ പഠിക്കാനുണ്ട്. 2 ഇൻവേഷൻ വരുന്നത് ടർക്കിഷ് ഇൻവേഷൻ ആണ്. അതായത് തുർക്ക്മെനിസ്ഥാൻ ആ ഒരു റീജിയനിൽ നിന്ന് ഇന്ത്യ ഇൻവേഡ്, സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നിന്ന് തന്നെ ഇന്ത്യ ഇൻവേഡ് ചെയ്ത വേറെ 2 ഭരണാധികാരികളുണ്ട്. അവരുടെ കാര്യം കൂടെ പഠിക്കാനുണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് മഹമൂദ് ഓഫ് ഗസ്നി. മഹമൂദ് ഓഫ് ഗസ്നി, ഗസ്നി റീജിയൻ, ഗസ്നാവി തെമ്പേർ സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു ഭാഗമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിലെല്ലാം റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ റൂട്ട് പോകുന്നത് ഇസ്ലാമിസത്തിന്റെ തുടക്കത്തിലാണ്. കാരണം ഖലീഫ എന്നുള്ള പോസ്റ്റിന് വേണ്ടി പല രാജവംശങ്ങളും വഴക്കുണ്ടാക്കുകയും ഓരോരോ ഡൈനാസ്റ്റി എംപയറും മാറി മാറി വരികയും അതിലൊക്കെ വേർതിരിച്ചു വരുന്ന ഒരു ഭാഗമാണ് ഗസ്നാവി ദമ്പേർ. അത് ഭരിച്ചിരുന്ന രാജാവാണ് മഹമൂദ് ഓഫ് ഗസ്നി. അപ്പൊ രാജാക്കന്മാർ, ഇതിൽ 2 രാജാക്കന്മാർ വരുന്നുണ്ട്, മഹമൂദ് ഓഫ് ഗസ്നിയും ഘോരിയും. അപ്പൊ 2 പേരും അറ്റാക്ക് ചെയ്യുമ്പോൾ 2 പേരുടെയും അറ്റാക്കിംഗ് രീതികളിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ ഗസ്നി ഇന്ത്യ അറ്റാക്ക് ചെയ്തത് 17 തവണ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ ചിന്തിച്ചറിയാം, 17 തവണ ഇന്ത്യ അറ്റാക്ക് ചെയ്ത ഒരാളുടെ ലക്ഷ്യം എന്തായിരിക്കും? ഒന്നെങ്കിൽ ഇന്ത്യ ഭരിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടോ? ഭരിക്കാന്നൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ എന്താ? ആദ്യത്തെ അറ്റാക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ അറ്റാക്കിൽ നമ്മൾ ആ റീജിയൻ കോൺക്വർ ചെയ്യുന്നു, അവിടെ ഭരണം തുടരുന്നു. 17 തവണ അറ്റാക്ക് ചെയ്യണമെങ്കിൽ 17 തവണയും വരിക, തിരിച്ചു പോവുക. അതായത് വെറുതെ വന്നു പോയാൽ പറ്റില്ല, ഒരു ആർമിയെ കൂടെ കൊണ്ടുവരണം, ആ ആർമിയെ തിരിച്ചുകൊണ്ട്. അപ്പൊ 17 തവണ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഒരിക്കലും എന്താണ്? ഇന്ത്യ ഭരിക്കുക എന്നുള്ളതല്ല. പകരം എന്തായിരിക്കും? ഇന്ത്യ ലൂട്ട് ചെയ്യുക. അതായത് എക്കണോമിക്കലി അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഇന്ത്യ ലൂട്ട് ചെയ്യുക, കൊള്ളയടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് മഹമൂദ് ഓഫ് ഗസ്നിയുടെ കണ്ണുകൾ മൊത്തം എന്തായിരുന്നു? ഇന്ത്യയുടെ സ്വത്തിലായിരുന്നു. അതിനാണ് അദ്ദേഹം 17 തവണ അറ്റാക്ക് ചെയ്തത്. അപ്പൊ ഇന്ത്യയുടെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നാണെങ്കിലും അന്നാണെങ്കിലും നമ്മുടെ സമ്പത്തൊക്കെ ആ സമയത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന എവിടെയാണ്? അമ്പലങ്ങളിലാണ് അല്ലേ? ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം. അതുപോലെ നോർത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് സോംനാഥ് ക്ഷേത്രം, സോംനാഥ് ടെമ്പിൾ. അപ്പൊ സോംനാഥ് ടെമ്പിളിലെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ഓരോരോ ഇൻവേഡേഴ്സ് നശിപ്പിക്കും. അടുത്ത രാജാക്കൻ, നേറ്റീവായിട്ടുള്ള രാജാക്കന്മാർ പണിയും, പിന്നെ അടുത്ത ഇൻവേഡർ വന്ന് നശിപ്പിക്കും. ഈ ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുക. അപ്പൊ അത് ഏറ്റവും ബ്രൂട്ടലി നശിപ്പിച്ച ഒരാളാണ് മഹമൂദ് ഓഫ് ഗസ്നി. 1025, ചിലത് നമ്മൾ 1026 ആദ്യ കാലഘട്ടം എന്ന് കാണാറുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ 17 തവണ അറ്റാക്കിൽ ഏറ്റവും ബ്രൂട്ടൽ ആക്ട് എന്ന് പറയുന്നത് 1025 ഇദ്ദേഹം ഈ സോംനാഥ് ടെമ്പിൾ നശിപ്പിക്കുന്നതാണ്. അങ്ങനെ 1030 ആകുമ്പോഴത്തേനും ഗസ്നി മരിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായിരുന്ന ഫേമസ് കുറച്ച് റൈറ്റേഴ്സ് ആണ്. ഇതിൽ ആദ്യം വരുന്നതാണ് അൽ ബറൂണി. അപ്പൊ അൽ ബറൂണിയുടെ കഥ എന്ന് വെച്ചാൽ, അൽ ബറൂണി ഉസ്ബെക്കിസ്ഥാൻകാരനാണ്.
അപ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ ഒരു റീജിയണ് ഈ ഒരു മഹമ്മൂദ് ഓഫ് ഗസ്നി കൈക്കലാക്കി. ഇപ്പൊ കൈക്കലാക്കിയപ്പോൾ ഇവരൊക്കെ പണ്ഡിതന്മാരാണ്. അപ്പൊ അവരെ ആരെയും കൈക്കലാക്കി, അൽ ബറൂണിയും കൂടെ ആര് കൈക്കലാക്കി? മഹമ്മൂദ് ഓഫ് ഗസ്നി കൈക്കലാക്കി. എന്നിട്ട് അദ്ദേഹം ഗസ്നി എന്താണ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഗസ്നി അക്കമ്പനി ചെയ്ത് ഇന്ത്യയിലേക്ക് ആരും വരുന്നുണ്ട്? അൽ ബറൂണി വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ് ഗസ്നി അക്കോമഡേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ കുറച്ച് നാൾ ഏകദേശം ഒരു ഡിക്കേഡ് അടുപ്പിച്ച് താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു അനുഭവത്തിൽ ഇന്ത്യയെ പറ്റി അദ്ദേഹം എഴുതി, ഇന്ത്യയുടെ ഫിലോസഫിക്കൽ ആണെങ്കിലും കൾച്ചറൽ ആണെങ്കിലും ജോഗ്രഫിക്കൽ ആണെങ്കിലും എല്ലാ റീജിയൻ ഒരു 360 ഡിഗ്രിയിൽ അദ്ദേഹം വ്യൂ ചെയ്ത് എഴുതിയ ഒരു ബുക്കാണ് കിതാബുൽ ഹിന്ദ്. സ്ഥിരം ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും വന്നിട്ടുള്ളതാണ്. കിതാബുൽ ഹിന്ദ് എഴുതിയത് ആരാണ്? അൽ ബറൂണിയാണ്. അൽ ബറൂണി. അതുപോലെ വേറൊരു എഴുത്തുകാരനാണ് ഈ ഒരു ഗസ്നിയുടെ കോഡ് പോയറ്റായ ഫിർദൗസി. ഫിർദൗസി എഴുതിയ ബുക്കാണ് ഷാനാമ. ഫിർദൗസിയാണ് നമ്മൾ ഇമ്മോർട്ടൽ ഹോമർ ഓഫ് ദ ഈസ്റ്റ് എന്നറിയുന്നത്. ഹോമർ അറിയാലോ, ഇല്യാഡൊക്കെ എഴുതിയ ഹോമർ. അപ്പോൾ ഈസ്റ്റിലെ എന്താണ് മരണമില്ലാത്ത ഹോമർ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ആര്? ഫിർദൗസി. ഇമ്മോർട്ടൽ ഹോമർ ഓഫ് ഈസ്റ്റ്. അപ്പം അതല്ലാതെ വരുന്ന ഒരു എഴുത്തുകാരൻ ഉദ്ബിയാണ്. ഉദ്ബീന്നും കാണാറുണ്ട്, ഉദ്ബീന്നും കാണാറുണ്ട്. അപ്പം നമുക്കിതിൽ ചോദിച്ചിട്ടുള്ളത് അൽ ബറൂണിയുടെ ബുക്കാണ്. അൽ ബറൂണി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യ ബേസ് ചെയ്ത് ഇന്ത്യയുടെ പല കാര്യങ്ങളും റിവ്യൂ ചെയ്ത് എഴുതിയിട്ടുള്ള ബുക്കാണ് കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്നത്. അപ്പം മഹമ്മൂദ് ഓഫ് ഗസ്നി ഇന്ത്യ അറ്റാക്ക് ചെയ്ത് എത്രയാണ്? 17 തവണയാണ്. അതോടൊപ്പം ഒരു തവണ അദ്ദേഹത്തിലൂടെ വന്ന ഒരു എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത്? അൽ ബറൂണി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു മഹമ്മൂദ് ഓഫ് ഗസ്നിയുടെ പാർട്ടിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രൂട്ടലി അദ്ദേഹം തകർത്ത ആ ഒരു എന്താണ് അമ്പലം എന്ന് പറയുന്നത് സോംനാഥ് ടെമ്പിൾ ആണ്. അപ്പോൾ സോംനാഥ് ടെമ്പിൾ ആരാണ് പണിതെന്ന് ചോദിച്ചാൽ പല എന്താണ് റിവ്യൂസ് ആണ് വരുന്നത്. അതിൽ കൂടുതൽ ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവങ്ങളായിട്ട് പണിതെന്ന് പറയുന്നു. പിന്നീട് ഓരോ രാജവംശങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഓരോ രാജവംശങ്ങൾ പണിയും, അടുത്തൊരു ഇൻവേഡർ നശിപ്പിക്കും, പിന്നെ അവിടെ ഉള്ള രാജവംശം പണിയും, അടുത്ത ഇൻവേഡർ നശിപ്പിക്കും, ആ ഒരു രീതിയിൽ. അപ്പൊ ഇന്ന് സോംനാഥ് ടെമ്പിൾ എവിടെ വരുന്നത്? ഗുജറാത്തിലാണ്. അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോംനാഥ് ടെമ്പിൾ എവിടെയാണ്? ഗുജറാത്തിൽ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതിയിൽ ഈ ഒരു അമ്പലം പണി കഴിപ്പിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. അപ്പൊ ഈ അമ്പലം ഈ ഒരു രീതിയിൽ പണി കഴിപ്പിക്കാൻ മെയിനായിട്ട് മുൻകൈ എടുത്ത ആള് സർദാർ വല്ലഭായി പട്ടേലാണ്. സർദാർ വല്ലഭായി പട്ടേൽ. അപ്പൊ അദ്ദേഹമാണ് എന്ത് നമ്മൾ ഈ സോംനാഥ് ടെമ്പിൾ എന്നാണ് പുനരുദ്ധരിക്കണം അല്ലെങ്കിൽ ഇത് റീകൺസ്ട്രക്ട് ചെയ്യണമെന്ന് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പറയുന്നത്. അങ്ങനെ ഈ കാണുന്ന ഫോമിൽ നമുക്ക് ഈ ഒരു ടെമ്പിൾ കിട്ടുന്നത് 1951 1951 എന്ത് സോംനാഥ് ടെമ്പിൾ റീകൺസ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഇനോഗ്രേഷൻ ഈവെന്റിൽ ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രസിഡന്റ് ആണ്. ആരാണ്? 1951 പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആണ്. രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് അമ്പലം റീകൺസ്ട്രക്ട് ചെയ്യാൻ മുന്നിൽ നിന്ന ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. 1951 ഈ ഒരു ഇനോഗ്രേഷൻ സെറിമണി അറ്റൻഡ് ചെയ്യുന്ന ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണ്. ഒരു തവണ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. രാജേന്ദ്ര പ്രസാദിന് പകരം ഇനോഗ്രേഷൻ്റെ അവിടെ എന്ത് കൊണ്ടുവന്നു? സർദാർ വല്ലഭായി കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മുൻകൈ എടുത്തത് ആരാണ്? സർദാർ വല്ലഭായി പട്ടേലാണ്. എന്നാൽ 1951 അത് ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ അത് നോക്കി വെക്കുക. അമ്പലം ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇപ്പം ഏകദേശം നോക്കുകയാണെങ്കിൽ 1000 വർഷങ്ങൾ കഴിഞ്ഞല്ലേ ആ ഒരു അറ്റാക്ക് നടന്നിട്ട്. 1025 അറ്റാക്ക് നടന്നത്, അല്ലെങ്കിൽ 1026 തുടക്കത്തിലാണെങ്കിൽ ആ ഒരു അറ്റാക്ക് സോംനാഥ് ടെമ്പിൾ നശിപ്പിച്ചിട്ട് ഇപ്പം ഏകദേശം 1000 വർഷങ്ങൾ കഴിഞ്ഞ്. നമ്മളിപ്പം 2025 കഴിഞ്ഞ് 2026 തുടങ്ങി. അപ്പം അടുത്ത വരുന്ന ആരാണ്? മുഹമ്മദ് ഘോരിയാണ്. ടർക്കിഷ് റൂളറായ മുഹമ്മദ് ഘോരിയാണ് അടുത്ത വരുന്നത്. അദ്ദേഹം ഇന്ത്യ ഇൻവേഡ് ചെയ്തിട്ടുണ്ട്. ഗസ്നി വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയാണ്. ഇപ്പൊ ഗസ്നി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ഒരേ ഒരു എയിം എന്ന് പറയുന്നത് എക്കണോമിക്കലി ഇന്ത്യ ബ്രൂട്ടലി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഘോരി വരുമ്പോൾ അങ്ങനെയല്ല. ഘോരിക്ക് എന്തുകൂടെ ആഗ്രഹം ഉണ്ടായിരുന്നു? ഭരണം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവർ. ഇന്ത്യയിൽ പൊളിറ്റിക്കൽ പവർ ലീഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം കൂടെ ആർക്കുണ്ട്? മുഹമ്മദ് ഘോരിക്ക് വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസം രണ്ടുപേരും തമ്മിലുണ്ട്. അപ്പൊ മുഹമ്മദ് ഘോരി ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന 1178 അത് ബാറ്റിൽ ഓഫ് മൗണ്ട് അബു, രാജസ്ഥാൻ റീജിയനിലുള്ള ഒരു ബാറ്റിലാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റീജിയനിൽ വരുന്ന ബാറ്റിലാണ് തറൈൻ യുദ്ധങ്ങൾ. ബാറ്റിൽ ഓഫ് തറൈൻ, തറൈൻ ഹരിയാന റീജിയനിൽ വരുന്ന തറൈൻ യുദ്ധങ്ങൾ. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 1191 1192. നമ്മളത് മനസ്സിലാവാൻ വേറെ കളറൊക്കെ കൊടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ വരുമ്പം അത് ഡിസ്പേഴ്സ് ആയി പോകുന്നുണ്ടെന്ന് തോന്നുന്ന കളറ്. അതുകൊണ്ടാണ് എന്താണ് 1191 1192 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. ഈ വർഷങ്ങളിൽ മുഹമ്മദ് ഘോരി എന്ന് പറയുന്ന ടർക്കിഷ് റൂളറെ എന്താണ് എതിർത്ത് നിന്ന ഇന്ത്യയിലെ രാജാവ് എന്ന് പറയുന്നത്
പൃഥ്വിരാജ് ചൗഹാനാണ്. പൃഥ്വിരാജ് ചൗഹാനാണ്. അദ്ദേഹം എന്താണ് അജ്മീർ എവിടെ വരുന്നത്? രാജസ്ഥാനിലെ ഒരു എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ദർഗയൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അജ്മീർ. അപ്പൊ അജ്മീർ ബേസ് ചെയ്ത് ഭരിച്ചുകൊണ്ടിരുന്ന ചഹമാന ഡൈനാസ്റ്റിയിൽ വരുന്ന ഒരു രാജാവാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയില് നമ്മൾ ഈ ഒരു മിഡീവൽ കാലഘട്ടത്തിലെ അവസാന ഹിന്ദു രാജാവ്, ഒരു റീജിയനിലെ അവസാന ഹിന്ദു രാജാവ് എന്ന് പറയുന്ന ആരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാന്റെ അച്ഛനാണ് സോമേശ്വർ ചൗഹാനും അമ്മയാണ് കർപ്പൂരി ദേവി. അദ്ദേഹത്തിന്റെ എന്താണ് ഏറ്റവും അടുത്ത കവി കൂടെ ആയിട്ടുള്ള സുഹൃത്താണ് ചന്ദ് ബർദായി. അപ്പൊ നമുക്ക് ഈ ഒരു റീജിയന്റെ ഏറ്റവും വലിയ ലിറ്റററി സോഴ്സ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചൗഹാന്റെ ജീവിതകഥയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അതാണ് പൃഥ്വിരാജ് റാസോ. പൃഥ്വിരാജ് റാസോ എഴുതിയത് ആരാണ്? ചന്ദ് ബർദായിയാണ്. അപ്പൊ ഇതിലെ ഒരു എവിഡൻസ് പറയുന്നത് ചന്ദ് ബർദായി, പൃഥ്വിരാജ് ചൗഹാൻ മരിക്കുന്ന കാലഘട്ടത്തിൽ ചന്ദ് ബർദായി മരണപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ആ ഒരു പൃഥ്വിരാജ് റാസോ എഴുതി കംപ്ലീറ്റ് ചെയ്തത് ചന്ദ് ബർദായിയുടെ മകനാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എക്സാം സെസിയോ പോയിന്റിൽ പൃഥ്വിരാജ് റാസോ ആരെ എഴുതിയെന്ന് ചോദിച്ചാൽ ആരാണ്? ചന്ദ് ബർദായി ആണ്. അപ്പൊ അദ്ദേഹം ഏത് ഡൈനാസ്റ്റിയിൽ വരുന്നതാണ്? ചഹമാന ഡൈനാസ്റ്റി. ഏത് റീജിയൻ ആണ്? അജ്മീർ റീജിയൻ ആണ്. അജ്മീർ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? രാജസ്ഥാനിൽ. അപ്പൊ ഈ ഒരു ഭാഗം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. നമുക്കപ്പോൾ ഇവിടെ ഉള്ളത് മെയിനായിട്ട് യുദ്ധങ്ങളാണ്. അപ്പൊ ആദ്യത്തെ തറൈൻ യുദ്ധം, രണ്ട് തറൈൻ യുദ്ധങ്ങൾ നടക്കുന്നത് പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോരിയും തമ്മിലാണ്. ആദ്യത്തെ തറൈൻ യുദ്ധത്തിൽ ആര് ജയിക്കുകയാണ്? പൃഥ്വിരാജ് ചൗഹാൻ. കാരണം പൃഥ്വിരാജ് ചൗഹാൻ അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ലീഡറാണ്. മുഹമ്മദ് ഗോരി അത്രയും പ്രിപ്പയർഡും ആയിരുന്നു കാണത്തില്ല. അദ്ദേഹം എന്താണ് ഈസി ആയിട്ട് പൃഥ്വിരാജ് ചൗഹാൻ ആ യുദ്ധം ജയിക്കുകയും ഏകദേശം എന്താണ് ഗോരി മരിക്കാതെ രക്ഷപ്പെട്ടെന്ന് പറയാം. ഗോരി തിരിച്ചോടിയതിന്റെ 40 മൈൽസും പൃഥ്വിരാജ് ചൗഹാന്റെ ആർമി പിന്തുടർന്നു. അവസാനം എന്താണ് ഗോരി എങ്ങനെയോ രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു, കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്ന് പറയാം. അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ട ഗോരി പക്ഷെ വെറുതെ ഇരുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്താണ് കഷ്ടിച്ച് രക്ഷപ്പെട്ട പിന്നീട് യുദ്ധം ചെയ്യാൻ വരുമോ? ഇല്ല. അപ്പൊ ഗോരി പക്ഷെ എന്ത് ചെയ്തില്ല? ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ഗോരി തിരിച്ചു പോയിട്ട് എന്താണ് വെൽ പ്ലാൻഡ് ആയിട്ട് ആ യുദ്ധങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തൊട്ടടുത്ത വർഷം തിരിച്ചടിക്കും. അതാണ് രണ്ടാം തറൈൻ യുദ്ധം. രണ്ടാം തറൈൻ യുദ്ധം നടക്കുന്ന ആരൊക്കെ തമ്മിലാണ്? ഗോരിയും പൃഥ്വിരാജ് ചൗഹാനാണ്. ഇത്തവണ ആര് ജയിക്കുന്നു? ഇത്തവണ ഗോരിയാണ് ജയിക്കുന്നത്. ഗോരി നിങ്ങൾ നോട്ട് ചെയ്തറിയാം. നമുക്ക് ഇത്രയും ഇൻവേഷൻസ് ഒക്കെ ഉണ്ടാവാൻ കാരണം ഇത്രയും എന്താണ് അവരത്ര ഈസി ആയിട്ട് ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറയുന്നത് നമ്മുടെ രാജാക്കന്മാരുടെ എന്താണ് മിലിറ്ററി തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് ആയിരിക്കും. ഈ ഒരു മിലിറ്ററി എന്ന് വെച്ചാൽ ഇവിടുന്ന് വന്ന റൂളേഴ്സ്, അതായത് സെൻട്രൽ ഏഷ്യൻ ഇന്ത്യ അറ്റാക്ക് ചെയ്ത റൂളേഴ്സിന്റെ മിലിറ്ററി പവറിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ആനിമൽ എന്താണ്? കുതിരകളാണ് അല്ലേ? കുതിരകളാണ്. അപ്പൊ ഇന്ത്യൻ രാജാക്കന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ കൂടുതലും മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന ആനിമൽസ് ആ സമയത്ത് ആനകളാണ്. അപ്പൊ ആനകളും കുതിരകളും തമ്മിൽ യുദ്ധത്തിൽ വരുന്ന വ്യത്യാസം എന്താ? അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾ ഒരു രാജാവാണ്, നിങ്ങളുടെ കയ്യിൽ കൂടുതലും ആനകളാണെന്ന് വിചാരിക്കും. ഒരു ശത്രുരാജ്യം നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ശത്രുരാജ്യം എന്താണ് ബോർഡർ വരെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടുകയാണ്, നിങ്ങൾക്ക് ഒരു അറ്റാക്ക് ശത്രുരാജ്യത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ ആനകളെ ഉപയോഗിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിൽ എത്ര പെട്ടെന്ന് പോകാൻ പറ്റും? ആനകളൊക്കെ റെഡി ആയിട്ട് എല്ലാവരും കയറിയിട്ടൊക്കെ എപ്പോൾ പോകും? അപ്പോഴത്തേനും ശത്രുക്കളൊക്കെ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞാണ്. പകരം കുതിരകളാണെങ്കിലോ നമ്മളെന്താണ് കുതിരകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് സ്പീഡിൽ പോകാൻ പറ്റും അല്ലേ? അത്രയും റീജിയൻ നമുക്ക് അത്രയും സ്പീഡിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെൻട്രൽ ഏഷ്യൻ റീജിയൻസിൻ്റെ വന്ന രാജാക്കന്മാരുടെ പവർ അല്ലെങ്കിൽ അവർ വിജയിക്കാൻ ഒരു കാരണം അവരുപയോഗിച്ച മിലിറ്ററി കമാൻഡ്സ് ആണ്. അവരിൽ എന്താണ് കുറച്ചുകൂടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എന്താണ് ആയുധങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം അവരെന്തിനാണ് കുതിരകളെയാണ്. അപ്പം രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോരി കുതിരകൾക്ക് എന്താണ് കാലിടുന്ന ഷൂ വരെ കൊടുത്തിരുന്നാണ് പറയുന്നത്. കാരണം അത്രയും സ്പീഡിൽ എന്താണ് കുതിരകൾക്ക് മൂവ് ചെയ്യാം. അപ്പം നമുക്കിവിടെ കൂടുതലും കുതിരകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണുള്ളത്? നമുക്ക് എലിഫൻസ് ആണുള്ളത്. അപ്പം ആ ഒരു തറൈൻ യുദ്ധം, ഒന്നാം തറൈൻ യുദ്ധവും രണ്ടാം തറൈൻ യുദ്ധവും എന്താണ്? ആദ്യത്തെ തറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കുന്നു. രണ്ടാമത്തെ തറൈൻ യുദ്ധത്തിൽ ആരാണ്? മുഹമ്മദ് ഗോരിയാണ് ജയിക്കുന്നത്. അപ്പം മുഹമ്മദ് ഗോരി ജയിക്കുന്നതോടെ അതായത് എന്നിട്ട് എന്താണ് ഈ ഒരു രണ്ടാം തറൈൻ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ച് കാബൂളിലേക്ക് പോകും. അപ്പൊ രണ്ടാം തറൈൻ യുദ്ധം കഴിഞ്ഞിട്ട് കാബൂളിലേക്ക് പോവുകയും 1194 അദ്ദേഹം പിന്നെയും വരുന്നുണ്ട് 2 വർഷം കഴിഞ്ഞ്. അത് വരുന്ന ഏതാണ്? ബാറ്റിൽ ഓഫ് ചാന്ദാവാർ ആണ്. ഇവിടെ ഗോരി ആരെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത്? ജയ്ചന്ദ് എന്ന് പറയുന്ന ഒരു രാജാവിനെയാണ്. അപ്പൊ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താണ് ആ 2 തറൈൻ യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് കാബൂളിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോൾ ആരാണ് അടുത്ത യുദ്ധം വരുന്നത്? ജയ്ചന്ദ് എന്ന് പറയുന്ന രാജാവാണ്. അതിലും ഗോരി എന്താണ് ആ രാജാവിനെ തോപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം കാബൂളിലേക്ക് പോയപ്പം ഇവിടെ അദ്ദേഹം നിർത്തിയിട്ട് പോയ അദ്ദേഹത്തിന്റെ ഒരു അടിമയാണ് കുത്തുബ്ദീൻ ഐബക്ക്. കുത്തുബ്ദീൻ ഐബക്ക്
ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പം ഘോരിക്ക് 2 അടിമകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം അദ്ദേഹം ഇന്ത്യയുടെ ഈ ഒരു ഭാഗം ഇവിടെ കോൺകർ ചെയ്തിട്ട് ആ ഒരു തറൈൻ റീജിയൻ എന്തായാലും വന്നല്ലോ, ആ ഒരു ഭാഗം നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയ ഒരടിമയാണ് ആരെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കുത്തുബ്ദീൻ ഐബക്ക്. അതല്ലാതെ ഒരു ഫേമസ് ആയിട്ട് വേറൊരു അടിമയോടെ ഉണ്ട്, ഐബക്ക് അല്ലാതെ, സ്പെല്ലിംഗ് ഒരു ഓൾറെഡി എഴുതിയോണ്ടാണ് എഴുതാത്തത്. പിന്നെ വരുന്ന ഫേമസ് ആയിട്ടുള്ള അടിമയാണ് ബക്തിയാർ ഖിൽജി. ബക്തിയാർ ഖിൽജി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ 2 ആൾക്കാരും ഇന്ത്യയുടെ ഫോഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. കുത്തുബ്ദീൻ ഐബക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം കുറച്ചുകൂടെ ഇന്ത്യയുടെ ജോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ നോർത്ത് റീജിയൻ ആണ് സ്പെസിഫിക് ആയിട്ട്. ഇദ്ദേഹമാണ് പിന്നീട് എന്താണ് ഇന്ത്യയിലെ ഡൽഹി സൽത്തനേറ്റിന് തുടക്കമായിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റി ഒക്കെ ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എന്താണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്നത് കുത്തുബ്ദീൻ ഐബക്കാണ്. അപ്പൊ നോർത്ത് റീജിയൻ ആണ് കുത്തുബ്ദീൻ ഐബക്ക് എന്താണ് കൈക്കലാക്കിയിരുന്നത്. അപ്പൊ ബക്തിയാർ ഖിൽജി കുറച്ചുകൂടി ഏത് സൈഡാണ് നോക്കിയത്? ഈസ്റ്റ് റീജിയൻ ആയിരുന്നു. ഈസ്റ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ ഏത് വരും? നമ്മുടെ ബംഗാൾ, ബീഹാർ അല്ലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ആ ഒരു റീജിയൻ ഒക്കെയാണ് കുറച്ചുകൂടെ ആര് ഫോക്കസ് ചെയ്തത്? പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ബക്തിയാർ ഖിൽജി ഫോക്കസ് ചെയ്തത്. നമുക്കിപ്പം ബക്തിയാർ ഖിൽജി ഏകദേശം 1206 ഇന്ത്യയിലേക്ക് വരുന്നത്. 13th സെഞ്ചുറിയിലുള്ള ഒരു ടർക്കിഷ് അഫ്ഗാൻ മിലിറ്ററി ജനറൽ ആയിരുന്നു. കുത്തുബ്ദീൻ ഐബക്കിന്റെ അണ്ടറിൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മൾ പറഞ്ഞാൽ ഏത് റീജിയൻ ആണ്? ബംഗാൾ റീജിയൻ, അതായത് കൂടുതലും ബംഗാൾ, ബീഹാർ റീജിയൻ ആണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ബക്തിയാർ ഖിൽജിയെ പറ്റി ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യ നമ്മുടെ ലിറ്റററി സോഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈവന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഏൻഷ്യൻ യൂണിവേഴ്സിറ്റികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ബക്തിയാർ ഖിൽജി നശിപ്പിച്ച നളന്ദ യൂണിവേഴ്സിറ്റി. നമ്മൾ നളന്ദ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരാണ്? കുമാരഗുപ്തയാണ്. അതുപോലെ തന്നെ വിക്രമശില യൂണിവേഴ്സിറ്റി. ഈ 2 യൂണിവേഴ്സിറ്റികളും എന്താണ് ബക്തിയാർ ഖിൽജി മൊത്തത്തിൽ തീയിട്ടെന്ന് പറയുന്നത്. അപ്പം നളന്ദ യൂണിവേഴ്സിറ്റിയിൽ വലിയ ലൈബ്രറീസും അത്രയും ലിറ്റററി സോഴ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലൈബ്രറീസ് ഒക്കെ തീയിട്ടിട്ട് ഏകദേശം 3 മാസം എന്താണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി നിർത്താതെ കത്തി നിന്നെന്നാണ് പറയുന്നത്. അപ്പം 3 മാസം നിർത്താതെ കത്തി നിൽക്കുക, അത്രയും ലിറ്റററി ബുക്കുകൾ എവിടെ ഉണ്ടായിരുന്നു? നളന്ദയിലുണ്ടായിരുന്നു. ഇൻ കേസ് എന്താണ് നമ്മൾ അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി നശിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഹിസ്റ്ററിയെ പറ്റി കുറച്ചുകൂടെ ഒരു ഡീപ്പ് നോളജ് വന്നേനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താണ് ഏൻഷ്യൻ റിസോഴ്സസ് അല്ലെങ്കിൽ ആയുർവേദം, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി കുറച്ചുകൂടെ അറിവുകൾ നമുക്ക് കിട്ടിയേനെ. പക്ഷെ എന്താണ് ആ യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ ബക്തിയാർ ഖിൽജി എന്താണ് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് നളന്ദ യൂണിവേഴ്സിറ്റി നശിപ്പിക്കുന്ന ആ ഒരു ഫോറിൻ ഇൻവേഡർ ആരാണ്? ബക്തിയാർ ഖിൽജിയാണ്. നളന്ദ മാത്രമല്ല വിക്രമശില യൂണിവേഴ്സിറ്റിയും ആര് നശിപ്പിക്കുന്നുണ്ട്? ബക്തിയാർ ഖിൽജി നശിപ്പിക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം എന്താണ് ഈ ഒരു റീജിയൻ ഞാൻ പറഞ്ഞല്ലോ ബീഹാർ അല്ലെങ്കിൽ ബംഗാൾ റീജിയൻ ഇവിടെയൊക്കെ എന്താണ് ഓരോരോ യൂണിവേഴ്സിറ്റീസ് നശിപ്പിക്കുന്നു, അവിടെയൊക്കെ ഭാഗങ്ങൾ കൈക്കലാക്കി. അതിന് ആഗ്രഹം തോന്നുകയാണ് ടിബറ്റ് റീജിയൻ കോൺകർ ചെയ്യണം. അതായത് ഈ ഒരു ഭാഗം ബംഗാൾ റീജിയൻ കഴിഞ്ഞ് ടിബറ്റ് റീജിയൻ കോൺകർ ചെയ്യണം. അപ്പോൾ ടിബറ്റ് റീജിയനിലേക്ക് അദ്ദേഹത്തിന് പോകണമെങ്കിൽ അദ്ദേഹം ഏത് ഭാഗം ഇന്ത്യയുടെ ഏത് ഭാഗം ക്രോസ് ചെയ്ത് വേണം? നോർത്ത് ഈസ്റ്റ് ക്രോസ് ചെയ്യണം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ക്രോസ് ചെയ്യണമെങ്കിൽ അവിടെ ആരുണ്ട്? ആസാം റീജിയൻ പാസ് ചെയ്യണം. ആസാം റീജിയൻ ക്രോസ് ചെയ്തിട്ട് വേണം ഇദ്ദേഹത്തിന് ഇവിടെ പോകാൻ? ടിബറ്റിലേക്ക് പോകാൻ. അപ്പൊ അവിടെ ഉള്ള ഒരു രാജാവ് പൃഥ്വി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ സഹായം ഇദ്ദേഹം തേടുന്നുണ്ട് ഈ ഒരു റീജിയൻ ക്രോസ് ചെയ്യാൻ. പക്ഷെ പൃഥ്വി എന്താണ് സഹായിക്കുന്നില്ല. അപ്പൊ പൃഥ്വിയും പിന്നെന്താണ് ഈ ഒരു ബക്തിയാർ ഖിൽജിയും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കാംരൂപ് എന്ന് പറയുന്നത്. ബക്തിയാർ ഖിൽജി വേഴ്സസ് പൃഥ്വി. ഇദ്ദേഹം ആസാം റീജിയൻ ഉണ്ടായിരുന്ന ആ ഒരു റീജിയനിലുള്ള ഒരു കിങ് ആണ്. അപ്പൊ ഈ ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കാംരൂപ്. ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് വരുന്നത് ബാറ്റിൽ ഓഫ് കാംരൂപ്. ഈ ഒരു യുദ്ധത്തിൽ ആരാണ്? പൃഥ്വി, ഇന്ത്യയിലെ രാജാവായ പൃഥ്വിയാണ് ജയിക്കുന്നത്. അങ്ങനെ എന്താണ് ബക്തിയാർ ഖിൽജി അവിടുന്ന് ഓടിച്ചുവിടുകയാണ്. ബക്തിയാർ ഖിൽജി എന്താണ് ഈ ഒരു ആസാം റീജിയൻ വിട്ടുപോകാണ്. പിന്നീട് ബക്തിയാർ ഖിൽജി അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നോബിളാണ് കൊന്നതെന്നാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മിലിറ്ററി ജനറലിന്റെ കൈകൊണ്ടാണ് മരിക്കുന്നതെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞെത്തിയത് മുഹമ്മദ് ഗോരിയാണ്. മുഹമ്മദ് ഗോരി എന്താണ് ബാറ്റിൽ ഓഫ് തറൈൻ എന്താണ് രണ്ടാമത്തെ തറൈൻ യുദ്ധം ജയിച്ചിട്ട് ഇന്ത്യയിൽ എന്താണ് അത്യാവശ്യം പവർ ആവുന്നു. അദ്ദേഹം ആരെ ഇവിടെ നിർത്തി? കുത്തുബ്ദീൻ ഐബക്കിനെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നു. അദ്ദേഹമാണ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അതോടൊപ്പം എന്താണ് ഘോരിയുടെ അണ്ടറിലുണ്ടായിരുന്ന വേറൊരു സ്ലേവ് ആണ് ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നത്. ബക്തിയാർ ഖിൽജി എന്താണ് നളന്ദ യൂണിവേഴ്സിറ്റി ഒക്കെ നശിപ്പിച്ച അത്രയും ബ്രൂട്ടലായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഫോറിൻ ഇൻവേഡർ ആണ്. അദ്ദേഹത്തിനെ തോൽപ്പിച്ച ആരാണ്? ആസാമിലുള്ള ഒരു രാജാവാണ്.
അപ്പൊ ഇവർ രണ്ട് നിർത്തി. ഇനിയിപ്പോൾ ഇവിടെ ആരേ ഉള്ളൂ? ബക്തിയാർ ഖിൽജിയുടെ മരണത്തിന് ശേഷം കുറച്ചുകൂടെ പവർ കോർഡിനേറ്റ് ചെയ്യാണ് മൊത്തത്തിലും ഇന്ത്യയിൽ. ഇനിയും ആ ഒരു ഘോരിയും മരിച്ചു കഴിഞ്ഞു, എന്താണ് ബക്തിയാർ ഖിൽജിയും മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരാണ് ബാക്കിയുള്ളത്? കുത്തുബ്ദീൻ ഐബക്ക് ആണ്. അപ്പൊ കുത്തുബ്ദീൻ ഐബക്ക് എന്താണ് ഓൾറെഡി ഗവർണറായിട്ട് ഇവിടെ ഉണ്ട്, പവേഴ്സും കാര്യങ്ങളും നോക്കി നടക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ മരണത്തിന് ശേഷം എന്താണ് കുത്തുബ്ദീൻ ഐബക്ക് ഒരു വലിയ ഡൈനാസ്റ്റിയുടെ തുടക്കം ഇടുകയാണ്. അപ്പൊ ആ വലിയ ഡൈനാസ്റ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ് ഈ ഒരു മിഡീവൽ പാർട്ടിൽ വരുന്ന മെയിൻ പോയിന്റ്, അല്ലെങ്കിൽ അതേതാണ് ഡൈനാസ്റ്റി? ഡൽഹി സൽത്തനേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കത്തേ ഉള്ളൂ, ബാക്കി ഓരോരോ ക്ലാസ്സുകളായിട്ട് നോക്കാം. അപ്പോൾ ഡൽഹി സൽത്തനേറ്റിൽ നമുക്ക് വരുന്നത് 5 ഡൈനാസ്റ്റികളാണ്. അതിൽ ആദ്യത്തെ ഡൈനാസ്റ്റി അടിമവംശം നമ്മൾ പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയാണ്. ഇതിൻ്റെ ഫൗണ്ടർ ആരാണ്? കുത്തുബ്ദീൻ ഐബക്ക്. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റി വരുന്ന വർഷം എന്താണ്? 1206 മുതൽ 1290. അത്യാവശ്യം നല്ലൊരു കാലഘട്ടം ആര് ഭരിക്കുന്നുണ്ട്? സ്ലേവ് ഡൈനാസ്റ്റി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കുത്തുബ്ദീൻ ഐബക്ക്. അതിനുശേഷം ഇൽത്തുമിഷ് വരുന്നുണ്ട്, റസിയ സുൽത്താന വരുന്നുണ്ട്, ബൽബനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കുറച്ച് ലീഡേഴ്സിൻ്റെ കാര്യങ്ങളും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെയാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്? സ്ലേവ് ഡൈനാസ്റ്റിക്ക് അത് പഠിക്കാനുള്ളത്. അതിനുശേഷം വരുന്നതാണ് ഖിൽജി ഡൈനാസ്റ്റി. നമ്മൾ ആ പത്മാവതൊക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിലെന്താണ് പറയുന്നത്? ഖിൽജി, അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യം. അപ്പം അതിൽ മെയിനായിട്ട് വരുന്നത് ജലാലുദ്ദീൻ ഖിൽജി, അദ്ദേഹത്തിൻ്റെ മരുമകനായ അലാവുദ്ദീൻ ഖിൽജി. ആ രണ്ട് രാജാക്കന്മാരെ പറ്റിയാണ്. അവരും അവരുടെ എന്താണ് മിലിറ്ററി റിഫോംസ്, അവരുടെ മാർക്കറ്റ് റിഫോംസ്, അവരുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ്. കാരണം ഈ ഒരു കാലം ഇപ്പം നമ്മൾ ഏൻഷ്യൻ ഇന്ത്യ പഠിച്ചപ്പം ഏൻഷ്യൻ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് പഠിച്ചല്ലേ, അതുപോലെ മിഡീവൽ ഇന്ത്യ വരുമ്പം എന്താണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഏതിൽ വരുന്നത്? ഖിൽജി ഡൈനാസ്റ്റിയിൽ വരുന്നത്. അപ്പോൾ തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ കേട്ടിട്ടുള്ള എന്തായിരിക്കും? തുഗ്ലക് പരിഷ്കരണങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ തുഗ്ലക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടെന്ന്. ഇപ്പം നമ്മളതാണ് തുഗ്ലക് നമുക്ക് എന്താണ്, നമ്മളൊരു പ്ലാൻ ഇട്ടിട്ട് നമ്മളൊരു വലിയ പ്ലാൻ ഇട്ടു, അത് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? തുഗ്ലക്കിൻ്റെ പ്ലാൻ എന്നാ പറയുന്നത്. അപ്പം അദ്ദേഹം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി കുറച്ച് എന്താണ് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ എന്തൊക്കെ കൊണ്ട് എന്താണ് അതൊക്കെ ഫെയിലായി പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് രാജാക്കന്മാർ വരുന്നതാണ് തുഗ്ലക്. അതിൽ അങ്ങനെ വരുന്ന രാജാവ് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. അതല്ലാതെ കുറച്ച് രാജാക്കന്മാരും ഇതിൽ പഠിക്കാറുണ്ട്, തുഗ്ലക് ഡൈനാസ്റ്റിയിൽ പഠിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഡൈനാസ്റ്റിയാണ് സയ്യിദ് ഡൈനാസ്റ്റി. സയ്യിദ് ഡൈനാസ്റ്റി ഏകദേശം 1414 മുതൽ 1450 വരെ ഇന്ത്യ ഭരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഡൽഹി സൽത്തനേറ്റിന്റെ അവസാനത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ലോധി ഡൈനാസ്റ്റിയാണ്. സിക്കന്ദർ ലോധിയും ഇബ്രാഹിം ലോധിയൊക്കെ വരുന്ന ലോധി ഡൈനാസ്റ്റി കാലഘട്ടം ഏതാണ്? 1451 മുതൽ 1526 ആണ്. അപ്പോൾ ഈ ഒരു ലോധി ഡൈനാസ്റ്റി കഴിയുമ്പോൾ ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയാണ്. അപ്പോൾ ഇബ്രാഹിം ലോധി എന്താണ്? ഇപ്പം നമുക്കറിയാം, നന്നായിട്ട് നമുക്കൊരു രാജ്യം ഭരിക്കണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഗവർണേഴ്സിൻ്റെ സപ്പോർട്ട് വേണം, അടുത്തടുത്തുള്ള രാജാക്കന്മാരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇബ്രാഹിം ലോധി എന്താണ് അത്ര എല്ലാവർക്കും ഫീസിബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. അപ്പോൾ എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻ അല്ലാത്തതുകൊണ്ട് എന്താണ് അടുത്തുള്ള രാജാക്കന്മാർ തന്നെ ഇബ്രാഹിം ലോധിക്ക് എതിരെ തിരിയാൻ തുടങ്ങി. അങ്ങനെ അടുത്തുള്ള രാജാക്കന്മാർ തന്നെ ഇബ്രാഹിം ലോധിയെ നേരിടാൻ വേണ്ടി സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇൻവേഡ് ചെയ്ത് എന്താണ് ക്ഷണിച്ചു വരുത്തിയ ആളാണ് ബാബർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബാബറും ഇബ്രാഹിം ലോധിയായിട്ടുള്ള യുദ്ധമാണ് എന്താ അവസാനത്തിൽ ഡൽഹി സൽത്തനേറ്റിന്റെ അവസാനം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ ആര് ജയിക്കും? ബാബർ ജയിക്കും. ആക്ച്വലി ബാബറിനെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഇബ്രാഹിം ലോധിയെ നേരിടാനാണ്. പക്ഷേ ഈ ഒരു യുദ്ധത്തിന് ശേഷം, ആ ഒരു വിജയത്തിന് ശേഷം എന്താണ് ബാബർ തിരിച്ചു പോകത്തില്ല. അപ്പോൾ ബാബർ എന്ത് ചെയ്യും? ബാബർ സ്ഥാപിക്കുന്ന അടുത്ത ഡൈനാസ്റ്റിയാണ് ഇന്ത്യയിൽ എന്തെന്ന് പറയുന്നത് മുഗൾ രാജവംശം എന്ന് പറയുന്നത്. അപ്പോൾ മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഡൽഹി സൽത്തനേറ്റും അതിനുശേഷം എന്താണ് മുഗൾ എംപയറും ആയിരിക്കും. ഇപ്പോൾ ഡൽഹി സൽത്തനേറ്റിൽ നമുക്ക് ആദ്യം വരുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയാണ്. സ്ലേവ് ഡൈനാസ്റ്റിയുടെ എന്താണ് ആദ്യം വരുന്ന 2-3 രാജാക്കന്മാരുടെ കാര്യങ്ങളൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഫൗണ്ടറായ കുത്തുബ്ദീൻ ഐബക്കാണ്. കുത്തുബ്ദീൻ ഐബക്ക് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ടർക്കിഷ് കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? അദ്ദേഹം ഒരിക്കലും എന്താണ് സുൽത്താൻ എന്നൊരു ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം എന്താണ് അദ്ദേഹം കുറച്ച് എല്ലാവർക്കും വലിയ ദാനധർമ്മിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിനുള്ള ടൈറ്റിലാണ് ലക് ബക്ഷ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ക്യാപിറ്റൽ ലാഹോറിലാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പണിത 2 ആർക്കിടെക്ചറൽ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഒന്ന് കുത്തബ് മിനാറും ഒന്ന് കുവാത്തുൽ ഇസ്ലാമുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മോസ്ക് എന്ന് നമ്മൾ കരുതപ്പെടുന്നതാണ് കുവാത്തുൽ ഇസ്ലാം. നമുക്കറിയാം കുത്തബ് മിനാർ പണി തുടങ്ങുന്നത് ആരാണ്? കുത്തുബ്ദീൻ ഐബക്കാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത് വരുന്ന ആളെന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് കുത്തുബ്ദീൻ ഐബക്കിന് ശേഷം ആറാംഷയാണ് വരുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ഇൻകേപ്പബിൾ റൂളർ ആയതുകൊണ്ട് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്ത് കുത്തുബ്ദീൻ ഐബക്കിന്റെ മരുമകനായ ഇൽത്തുമിഷ് ആണ് വരുന്നത്.
അപ്പൊ ഇൽത്തുമിഷിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ റിയൽ ഫൗണ്ടർ ഓഫ് ഡൽഹി സൽത്തനേറ്റ്. അതായത് ഡൽഹി സൽത്തനേറ്റിന്റെ റിയൽ പവർ നമുക്ക് കാണാൻ പറ്റുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലാണ്. ആരാം ഷായെ ഡിഫീറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഈ സമയത്ത് എന്താണ്, ലാഹോറിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റി. ഇവിടെ സമയത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ഇൻവേഷൻ ആണ് ചാലിസ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചാലിസ എന്ന് പറയുന്നത് ഒരു 40 പേരടങ്ങുന്ന നോബിൾസ് ആണ്. അതായത് ഒരു രാജാവിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരു 40 ഓഫീസേഴ്സിനെ നമ്മൾ വെക്കുന്ന പോലെ ആ ഒരു 40 നോബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചാലിസ എന്ന് പറയുന്നത്. ഇപ്പൊ ഇൽത്തുമിഷ് ആണ് എന്താണ്, കുത്തുബ്ദീൻ ഐബക്ക് തുടങ്ങി വെച്ച കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണ്? ഇൽത്തുമിഷ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഇൽത്തുമിഷ് ആണ് എന്താണ് ഡൽഹി സൽത്തനേറ്റിന്റെ റിയൽ ഫൗണ്ടർ നമ്മൾ കരുതുന്നത്. ക്യാപിറ്റൽ ലാഹോറിൽ നിന്ന് എന്താണ് ഡൽഹിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ചാലിസ. അതായത് രാജാവിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരു 40 നോബിൾസ് ഉള്ള ചാലിസ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ചാലിസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഇൽത്തുമിഷ് ആണ്. അടുത്ത മെയിൻ ആയിട്ടുള്ള വരുന്നതാണ് ഇക്ത സിസ്റ്റം. ഇന്ത്യയിൽ ഇക്ത സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഇക്ത സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടിയിൽ, രാജാവിൻ്റെ അടിയിൽ കുറേ എന്താണ് ഓഫീസേഴ്സും കാര്യങ്ങളും മിലിറ്ററി ഓഫീസേഴ്സും ഒക്കെ കാണും. അപ്പോൾ ഇവർക്ക് ശമ്പളമായിട്ട് കൊടുക്കാതെ ഇവർക്ക് എന്താണ് ലാൻഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഈ ലാൻഡിനെയാണ് ഇക്താസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു വലിയ പ്ലോട്ട് ആണെങ്കിൽ ഓരോരോ ലാൻഡ്, ഇതിനെ ഓരോ പാർട്ടിനെ നമ്മൾ എന്ത് പറയും? ഇക്താസ് എന്ന് പറയും. ലാൻഡ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ലാൻഡിൽ നിന്നുള്ള റവന്യൂ കളക്ട് ചെയ്യാൻ ഇവരെ എന്താണ് നിയമിക്കും. അങ്ങനെ നിയമിക്കുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് ഇക്താദാർ. അതായത് ലാൻഡിന്റെ ആ ഒരു ഓണർഷിപ്പ് പോലെ, അതായത് മൊത്തം രാജ്യത്തിന്റെ അകത്ത് വരുന്ന എന്താണ് മൊത്തം ലാൻഡ് ഇക്താസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇക്താസിനും ഓരോ ഇക്താദാറിനെ, അവരുടെ തന്നെ ഓഫീസേഴ്സ് ആയിട്ടുള്ള ഇക്താദാറിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്ന് കിട്ടുന്ന ടാക്സുകളൊക്കെ ആരാണ് നോക്കുന്നത്? ഇക്താദാറാണ് നോക്കുന്നത്. ആ ടാക്സിൽ നിന്ന് ഓരോ ഇക്താദാറും എന്താണ് ഒരു ചെറിയ സൈന്യത്തെ മെയിൻറ്റെയിൻ ചെയ്യണം. രാജാവ് എപ്പോഴാണോ ഒരു യുദ്ധത്തിനോ കാര്യത്തിനോ സൈന്യത്തെ ചോദിക്കുന്നത് ആ സമയത്ത് എന്താണ് ആ ഇക്താദാർ ആ സൈന്യം പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അത് ശമ്പളമായിട്ട് കൊടുക്കാതെ അതിനെന്താണ് ലാൻഡിന്റെ രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീട് ഇൽത്തുമിഷ് എന്താണ് മംഗോൾ ഇൻവേഷൻ ഒക്കെ തടുത്തിട്ടുണ്ട്. മെയിനായിട്ട് വരുന്നത് അദ്ദേഹം 2 കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സിൽവർ തങ്ക ആൻഡ് കോപ്പർ ജിത്തൽ. സിൽവർ തങ്ക ആൻഡ് കോപ്പർ ജിത്തൽ. അദ്ദേഹത്തിന്റെ മകനായിരുന്നു റുക്നുദ്ദീൻ ഫിറോസ്, അദ്ദേഹത്തിന്റെ മകളായിരുന്നു റസിയ സുൽത്താന. അപ്പൊ അടുത്ത വരുന്ന രാജ്ഞി എന്ന് പറയുന്ന ആരാണ്? റസിയ സുൽത്താനയാണ്. ഇന്ത്യ കണ്ടതിലെ ആദ്യത്തെയും അവസാനത്തെയും ഡൽഹി സൽത്തനേറ്റ് അല്ലെങ്കിൽ ആ ഒരു റീജിയനിലെ തന്നെ ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം വുമൻ റൂളറാണ് ആരെന്ന് പറയുന്നത് റസിയ സുൽത്താന. അപ്പൊ മെയിൻ പോയിന്റ് വരുന്നത് എന്താണ്? ചാലിസ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതോടൊപ്പം തന്നെ എന്താണ് ഇക്ത സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം ചോദിച്ചിട്ടുള്ളതാണ് തങ്ക സിൽവർ എന്നിട്ട് കോയിൻസ് 2 സിൽവർ കോയിൻസും കോപ്പർ കോയിൻസും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്തത് എന്താണ് ആ ഒരു ഇന്ത്യയുടെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ആദ്യത്തെയും അവസാനത്തെയും മുസ്ലിം വുമൻ റൂളർ ആയിരുന്നു റസിയ സുൽത്താന. അപ്പൊ നിങ്ങൾക്കറിയാം ഇന്നൊരു കാലഘട്ടത്തിലാണെങ്കിലും ആ ഒരു കാലഘട്ടത്തിലാണെങ്കിലും ഒരു എന്താണ് സ്ത്രീ അധികാരത്തിൽ വരുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പൊ റസിയ സുൽത്താന എന്താണ് അധികാരത്തിൽ വന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു റീജിയൻ, ഒരു വിഭാഗം എന്ന് പറയുന്നത് എന്താണ് ഈ ചാലിസയാണ്. ഈ 40 നോബിൾസിന് എന്താ തങ്ങളുടെ മേല് ഒരു സ്ത്രീ ഭരിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ അവരൊക്കെ എന്താണ് റിവോൾട്ട് ചെയ്യുകയും അങ്ങനെ പല പല കാരണങ്ങളുണ്ടാകുകയും റസിയ സുൽത്താനയുടെ ഒരു പ്രണയകാര്യമൊക്കെ പറയുന്നുണ്ട്. യാക്കൂദ് എന്ന് പറയുന്ന ഒരു കമാൻഡറുമായിട്ട് എന്താണ് റസിയ സുൽത്താന പ്രണയത്തിലായിരുന്നു. പക്ഷെ അൽത്തൂണിയ എന്ന് പറയുന്ന വേറൊരു എന്താണ് ഒരു പാർട്ടിയിലെ ഗവർണർ റസിയ സുൽത്താനയ്ക്കെതിരെ റിവോൾട്ട് ചെയ്യുകയും അത് അവരെ ബന്ദിയാക്കുകയും ചെയ്യുന്നു. പിന്നീട് അൽത്തൂണിയ തന്നെ എന്താണ് റസിയ സുൽത്താനയോട് സ്നേഹം തോന്നി അവർ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുകൂടെ അൽത്തൂണിയും റസിയ സുൽത്താനയും തൻ്റെ ത്രോൺ തിരിച്ചെടുക്കാൻ യുദ്ധം ചെയ്യുകയും പക്ഷെ ആ യുദ്ധത്തിൽ 2 പേരും മരിക്കുകയൊക്കെയാണ്. അപ്പൊ റസിയ സുൽത്താന സാധാരണ ഒരു വുമൻ മുസ്ലിം റീലറെ പോലെ ആയിരുന്നില്ല. അവരെന്താണ് ഒരിക്കലും പർദ്ദ ധരിച്ചിരുന്നില്ല ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന. കാരണം റസിയ സുൽത്താന ത്രോണിൽ നിന്ന് പോയിട്ടുള്ള 3 വേറെ സുൽത്താൻമാരുടെ പേരുകളാണ് കൊടുത്തേക്കുന്നത്. അതൊന്നും നമുക്ക് ഇതുവരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടില്ല. നമുക്ക് അവരുടെ ആ ഒരു കാലഘട്ടം ചോദിച്ചിട്ടുള്ള SSC ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ് റസിയ സുൽത്താനയുടെ ഭരണകാലഘട്ടം. ഓപ്ഷൻസിൽ 1208 ഓപ്ഷൻസ് ആണ്. 1236 മുതൽ 1240 വരെയാണ് ആര് ഭരിക്കുന്നത്? റസിയ സുൽത്താന ഭരിക്കുന്നത്. ഇതാണ് നമുക്ക് ഡൽഹി സൽത്തനേറ്റിൽ വരുന്ന അവസാന രാജാവ് എന്ന് പറയുന്നത് ഗിയാസുദ്ദീൻ ബൽബൻ ആണ്. ബൽബൻ ചെയ്തിട്ട് കയറിയിട്ട് അപ്പൊ ബൽബൻ ഈ ചാലിസയിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പറാണ്. അതിന് ചെയ്തിട്ട് ആദ്യം ചെയ്ത കാര്യം ഈ ചാലിസ അതായത് 40 നോബിൾസ് രാജാവിന്റെ പവറിനെ എന്താണ് വീക്കൻ ചെയ്യുന്നത് അല്ലെങ്കിൽ രാജാവിനെതിരെ തിരിയുമെന്ന് മനസ്സിലാക്കി ആദ്യം അദ്ദേഹം ചെയ്തതാണ് ഈ ചാലിസ എടുത്തു കളഞ്ഞത്. അപ്പൊ ചാലിസ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഇൽത്തുമിഷ് ആണ്. അത് എടുത്തു കളയുന്ന ആരാണ്? ബൽബൻ ആണ്. അതുപോലെ എന്താണ് പേർഷ്യയുടെ ന്യൂ ഇയർ ഫെസ്റ്റിവലായ നവ്രോസ് അത് ഇന്ത്യയിൽ
ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതല്ലാതെ രാജാവിൻ്റെ ആ ഒരു അതോറിറ്റി കാണിക്കുന്ന 2 ആചാരങ്ങളാണ് സച്ദേയും പൈബോസും. ഇപ്പൊ സച്ദ എന്ന് വെച്ചാൽ രാജാവിനെ കാണുമ്പോൾ മുട്ടുകുത്തി നിൽക്കുക, അതിനാണ് നമ്മൾ സച്ദ എന്ന് പറയുന്നത്. പൈബോസ് എന്ന് വെച്ചാൽ രാജാവിന്റെ പാദങ്ങൾ ചുംബിക്കുക, അതിനാണ് പൈബോസ് എന്ന് പറയുന്നത്. അതായത് ഇത് രണ്ടും എന്തിനാണ് കാണിക്കുന്നത്? രാജാവിന്റെ സുപ്രീമസി, അതായത് രാജാവ് ഒരു ദൈവതുല്യനാണെന്നുള്ള സുപ്രീമസി കാണിക്കുന്ന രണ്ടും എന്താണ്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗിയാസുദ്ദീൻ ബൽബൻ ആണ്. ബ്ലഡ് ആൻഡ് അയൺ വേ, അതായത് അത്രയും ബ്രൂട്ടലായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എന്നും വരുന്നുണ്ട് ഉലുഗ് ഖാൻ എന്നും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടെ, ഇപ്പം മുഗൾ എംപയർ ആകുമ്പോൾ കുറച്ചുകൂടെ ഡിപ്പാർട്ട്മെന്റ്സ് പഠിക്കാറുണ്ട്. അതിൽ വരുന്നതാണ് ദിവാനായി വിസാരത്ത്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ദിവാനായി അർസ്, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റും. ഇത് രണ്ടും ആര് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? ബൽബൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മംഗോൾ ഇൻവേഷൻസ് ഒക്കെ കാരണം സ്ലേവ് ഡൈനാസ്റ്റി എന്താണ്, എക്സ്റ്റിങ്ക്വിഷ് ആകുകയും ഇനി തൊട്ടടുത്ത് വരുന്ന ഡൈനാസ്റ്റി ഏതാണ്? ഖിൽജി ഡൈനാസ്റ്റിയാണ് മെയിനായിട്ട് ഡൽഹി സൽത്തനേറ്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഡൽഹി അല്ലെങ്കിൽ ഏത് കാലഘട്ടമാണ് നോക്കിയത്? മിഡീവലിൻ്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. നമ്മൾ എവിടെയാണ് നോക്കിയത്? തുടക്കത്തിൽ നമ്മൾ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ നോക്കി. ആരൊക്കെയായിരുന്നു, ഏതൊക്കെ റീജിയന് വേണ്ടിയായിരുന്നു, അതായിരിക്കണം ഓർമ്മ ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം എന്താണ്? ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിളിന് ശേഷം അറബ് ഇൻവേഷൻ, ഇന്ത്യ ആദ്യമായിട്ട് ഇൻവേഡ് ചെയ്ത അറബ് ഇൻവേഡർ ആരാണെന്ന് നോക്കി, എന്തിനു വേണ്ടി ഇൻവേഡ് ചെയ്തു. അതിനുശേഷം വരുന്ന ടർക്കിഷ് 2 ഇൻവേഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഡൽഹി സൽത്തനേറ്റ് ആണ്. ഇതിൻ്റെ ആദ്യത്തെ ക്ലാസ്സേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 4 ഡൈനാസ്റ്റികളും നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഏതാണ്? സ്ലേവ് ഡൈനാസ്റ്റി, അതിൻ്റെ 4 രാജാക്കന്മാർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആണ് നോക്കിയത്. ബാക്കിയൊക്കെ നമുക്ക് പോകെ അടുത്തടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത സെഷന് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതായിരിക്കും നമ്മുടെ വീഡിയോ സെഷൻ്റെ ആദ്യത്തെ ക്ലാസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നിടം വരെ ബൈ.